Welcome to Riju and PSK online classes, and we are continuing with the chapter of atomic physics. Atomic physics നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് എവിടെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതായത് ഒരു ആറ്റത്തിൻ്റെ nth ഓർബിറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ ടോട്ടൽ എനർജി എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതിൻ്റെ വെലോസിറ്റി എത്രയാണ്, അത് റിവോൾവ് ചെയ്യുന്ന റേഡിയസ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ഫൈനലി ആ എനർജിയുടെ ഇക്വേഷനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് റിഡ്ബർഗ് ഇക്വേഷൻ്റെ ടൈമിൽ കൊണ്ടുവന്നു. ആൻഡ് ദെൻ വി വെർ സീക്കിംഗ് ഫോർ ദ പോസിബിലിറ്റി ഓഫ് എക്സൈറ്റേഷൻ ആൻഡ് ഡി എക്സൈറ്റേഷൻ ഓഫ് ഇലക്ട്രോൺസ്. ആ എക്സൈറ്റേഷനും ഡി എക്സൈറ്റേഷനും നടക്കുന്ന സമയത്ത് എത്ര എനർജിയാണ് ആ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നത്. എക്സൈറ്റേഷൻ ആണെങ്കിൽ എത്ര എനർജി അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്, ഡി എക്സൈറ്റേഷൻ ആണെങ്കിൽ അവിടെ അത് റിലീസ് ചെയ്യുന്ന എനർജി എത്രയാണ്. അത് നമ്മൾ ഒരു സിംപ്ലിഫൈഡ് ഇക്വേഷൻ വെച്ച് റിഡ്ബർഗ് ഇക്വേഷൻ വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരുന്നു. ആൻഡ് ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഓർബിറ്റ്സ്, അതായത് N1 എന്ന് പറയുന്ന ഓർബിറ്റും N2 എന്ന് പറയുന്ന ഓർബിറ്റും തമ്മിലുള്ള എനർജി ഡിഫറൻസിൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു ആർ സി എച്ച് സെഡ് സ്ക്വയർ ഇൻറ്റു 1/N1 സ്ക്വയർ മൈനസ് 1/N2 സ്ക്വയർ. N1 എന്ന് പറയുന്നത് അതിൻ്റെ ഇനീഷ്യൽ ഓർബിറ്റും N2 എന്ന് പറയുന്നത് ഫൈനൽ ഓർബിറ്റുമാണ്. അപ്പോൾ ഇതാണ് ആ രണ്ട് N1 എന്ന് പറയുന്ന ഓർബിറ്റിൽ നിന്ന് N2 എന്ന് പറയുന്ന ഓർബിറ്റിലേക്ക് പോകുന്ന സമയത്ത് ആ ഇലക്ട്രോണിൻ്റെ എനർജി ഡിഫറൻസ് വരുന്നത് ഇത്രയാണ്. ഇതിപ്പോൾ സപ്പോസ് നമ്മൾ ഹൈഡ്രജൻ ആറ്റമാണ്, ഇവിടെ നമ്മൾ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് ഹൈഡ്രജൻ ആറ്റത്തിനെ പറ്റിയാണ്. ഹൈഡ്രജൻ ആറ്റമാണ് നമ്മൾ ഡീൽ ചെയ്യുന്നതെങ്കിൽ, സോ ഫോർ ഹൈഡ്രജൻ ആറ്റം ചേഞ്ച് ഇൻ എനർജി when de-excitation or excitation happens in hydrogen atom, അത് നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ആർ is equal to ആർ സി എച്ച് ഇൻറ്റു 1/N1 സ്ക്വയർ മൈനസ് 1/N2 സ്ക്വയർ എന്ന് വരും. ഇതിൽ ഈ ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ട് ഓർബിറ്റുകൾ തമ്മിലുള്ള എനർജിയാണ്, അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുകയോ റിലീസ് ചെയ്യുകയോ ചെയ്യുന്ന എനർജിയാണ്. ആൻഡ് അക്കോർഡിംഗ് ടു ദ ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി that delta E is equal to, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, delta E will be quantized, അല്ലെങ്കിൽ the energy released or absorbed by the electron during excitation or de-excitation is in the discrete packets of energy which is called as a photon. ഫോട്ടോണിക് എനർജി ആയിട്ടാണ് അവിടെ അബ്സോർപ്ഷനും അതുപോലെ തന്നെ എമിഷനും നടക്കുന്നത്. സോ ഈ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് എന്തിൻ്റെ ഫംഗ്ഷനാണ്? ഈ പറയുന്ന ഹെച്ച് ന്യൂ അല്ലെങ്കിൽ ഹെച്ച് സി ബൈ ലാംഡയുടെ ഫംഗ്ഷനാണ്. നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് അതിനെ ഹെച്ച് സി ഡിവൈഡഡ് ബൈ ലാംഡ എന്ന് എഴുതാം. ഓക്കെ, സോ ഇലക്ട്രോൺ അവിടെ അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ റിലീസ് ചെയ്യുകയോ ചെയ്യുന്ന എനർജി ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയാണ്, അല്ലെങ്കിൽ ലൈറ്റോ അല്ലെങ്കിൽ ലൈറ്റിനേക്കാൾ കൂടുതലോ കുറവോ ഫ്രീക്വൻസി ഉള്ള എനർജിയാണ് അവിടെ അബ്സോർപ്ഷനും ഇജക്ഷനും നടക്കുന്നത്. സോ ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ലൈക്ക് hc divided by lambda is equal to rch into 1/N1 square minus 1/N2 square എന്ന് വന്നല്ലോ. അവിടെ ക്യാൻസൽ ചെയ്യാവുന്നതെല്ലാം ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ യു ഗെറ്റ് 1/λ. സി 1/λ is equal to 1/λ is equal to CH will be cancelled, R into 1/N1 square minus 1/N2 square എന്ന് നമുക്ക് കിട്ടും. 1/N1 square minus 1/N2 square. ഇതിൽ ഈ 1/λനെ നമ്മൾ വേവ് നമ്പർ എന്ന് പറയാറുണ്ട്. നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് അത് 1/λ എന്ന് തന്നെ കിടക്കട്ടെ, വേർ ലാംഡ ഇസ് ദ വേവ് ലെങ്ത്. ആൻഡ് 1/λ സംടൈംസ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ന്യൂ ബാർ അല്ലെങ്കിൽ വേവ് നമ്പർ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെക്ട്രൽ ലൈൻസ് ബോർ തിയറം ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഏതൊക്കെ സ്പെക്ട്രൽ ലൈൻസ് അവിടെ ഉണ്ടാവുന്നുണ്ട്, ആ സ്പെക്ട്രൽ ലൈനുകളുടെ പ്രോപ്പർട്ടീസ് എന്താണ്, അതൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ ബോർ തിയറത്തിൽ എന്തെങ്കിലും ഡിഫക്റ്റുകൾ ഉണ്ടോ അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ഏരിയാസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് അതിന് ശേഷം കാണാം. ഇപ്പോൾ നമ്മൾ ആ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന ഇക്വേഷനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എമിഷൻ്റെ എക്സൈറ്റേഷൻ ഡി എക്സൈറ്റേഷൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയിലേക്ക് നമ്മൾ വന്നു. ആർ ഇൻറ്റു 1/N1 സ്ക്വയർ മൈനസ് 1/N2 സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് വന്നു. ഇനി ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരേ ഒരു ഇക്വേഷൻ ഇതാണ്. 1/λ is equal to R into 1/N1 square minus
1/n2². n1 സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് n1 n2 പലർക്കും കൺഫ്യൂഷൻ വരാറുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കണം. n1 എന്ന് പറയുന്നത് ഇപ്പോൾ ഇലക്ട്രോൺ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരു ഹയർ ഓർബിറ്റിലേക്ക് പോകുന്നു, അതായത് ഒരു ലോ എനർജി ലെവലിൽ നിന്ന് ഒരു ഹൈ എനർജി ലെവലിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ ലോ എനർജി ലെവലാണ് n1 എന്ന് പറയുന്നത്, ഹൈ എനർജി ലെവലാണ് n2 എന്ന് പറയുന്നത്. സോ വെൻ ദ ഡീഎക്സൈറ്റേഷൻ ഹാപ്പൻസ് അത് എവിടുന്ന് എവിടേക്കാണ് വരിക? ഹയർ ഓർബിറ്റിൽ നിന്ന് ലോവർ ഓർബിറ്റിലേക്ക്. സോ n2 എന്ന് പറയുന്നത് എപ്പോഴും ഹയർ ഓർബിറ്റും n1 എന്ന് പറയുന്നത് ലോവർ ഓർബിറ്റും അല്ലെങ്കിൽ ലോ എനർജി ലെവലും. അപ്പോൾ എവിടുന്നാണ് വരുന്നത്, ഏത് ഓർബിറ്റിൽ നിന്നാണോ അത് ഡീഎക്സൈറ്റ് ചെയ്ത് വരുന്നത് അതിനെ n2 ആയിട്ടും, ഏത് ഓർബിറ്റിലേക്കാണോ അത് തിരിച്ചെത്തുന്നത് അതിനെ n1 ആയിട്ടും എടുക്കുക. സോ ഹയർ എനർജീസ് n2 ആൻഡ് ലോവർ എനർജീസ് n1 എന്നുള്ളത് മനസ്സിലെപ്പോഴും ഓർമ്മയുണ്ടാവണം. അപ്പോൾ ഈ ഒരു ഡീഎക്സൈറ്റേഷൻ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം അവിടെ സ്പെക്ട്രൽ ലൈൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ ഓർബിറ്റൽസ് നമ്മൾ ഓർബിറ്റ് നോക്കുകയാണെങ്കിൽ ഓർബിറ്റലിലേക്ക് നമ്മൾ വന്നിട്ടില്ല. ആ ഓർബിറ്റൽ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റാണ് നീൽസ് ബോറിൻ്റെ തിയറി തെറ്റാണെന്ന് തെളിയിക്കാൻ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള റോൾ ഉണ്ടായിട്ടുള്ളത് ആ ഓർബിറ്റൽ എന്ന് പറയുന്ന കൺസെപ്റ്റിലാണ്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. അപ്പോൾ ഇവിടെ നമുക്ക് ആ എനർജി ലെവൽ ഡയഗ്രാംസ് കഴിഞ്ഞ ദിവസം നമ്മൾ വരച്ചതാണ്. എനർജി ലെവൽ ഡയഗ്രാംസ് ഒക്കെ എങ്ങനെ വന്നു എന്ന് കണ്ടതാണ്. അതായത് മേലേക്ക് പോകുന്തോറും എനർജി കൂടി വരും, ബട്ട് ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ സക്സസീവ് ഓർബിറ്റ്സ് വിൽ ബി ഗ്രാജുവലി ഡിക്രീസ്. അതിൻ്റെ വാല്യൂസും ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ നമ്മളിവിടെ ഗ്രൗണ്ട് ലെവൽ എടുക്കുകയാണ്. അതായത് ആദ്യം ഇതാണ് n=1. കുറച്ചധികം അവിടെ വരയ്ക്കാനുണ്ട്. നമുക്കപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വരയ്ക്കാം. ഇതാണിപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് വിചാരിച്ചോളൂ. ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളതിനെ ദിസ് ഇസ് ഗ്രൗണ്ട് സ്റ്റേറ്റ്, അതായത് n=1 ആണ്. മിനിമം എനർജി ഇതിലാണ് വരുന്നത്. ഇനി ഹയർ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്ത് പോകാം. ആ എക്സൈറ്റ് ചെയ്ത് പോകുന്ന ഇലക്ട്രോൺസ് ഹയർ ഓർബിറ്റിൽ നിന്ന് എവിടേക്ക് വരാം? ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരാം. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം കാണാൻ പോകുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഡീഎക്സൈറ്റേഷനാണ്, അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്കുള്ള ഇലക്ട്രോണിൻ്റെ ഡീഎക്സൈറ്റേഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ സെക്കൻഡ് ഓർബിറ്റ് എന്ന് പറയുമ്പോൾ ഇതാണിപ്പോൾ സെക്കൻഡ് ഓർബിറ്റായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ദിസ് ഈസ് ദ സെക്കൻഡ് ഓർബിറ്റ്. ദെൻ തേർഡ് ഓർബിറ്റ് എത്തുമ്പോൾ ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റും സെക്കൻഡും തമ്മിലുള്ള എനർജി ഡിഫറൻസിനേക്കാൾ കുറച്ച് കുറവായിരിക്കും സെക്കൻഡും തേർഡും തമ്മിലുള്ളത്. സോ ദിസ് ഈസ് ദ തേർഡ് ഓർബിറ്റ്. ഫോർത്ത് ഓർബിറ്റ് ആകുമ്പോൾ എനർജി കുറച്ചും കൂടെ കുറയും. മേലേക്ക് പോകുന്നതോറും നമ്മളത് കുറച്ച് ഗ്യാപ്പ് കുറച്ച് കൊണ്ടുവരണം. നമുക്കിപ്പോൾ ഇപ്പോൾ എത്ര ഓർബിറ്റായി? ഇത് n=1 ആണ്, ഇത് n=2, n=3, 4, 5, 6. ഇനി മുകളിലേക്ക് എത്ര വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാം. എത്ര ലെവൽ ഓഫ് എനർജി വേണമെങ്കിൽ നമുക്ക് മുകളിലേക്ക് വരച്ചുകൊണ്ടേ പോവാം. ഒരെണ്ണം കൂടെ ഞാൻ വരയ്ക്കുമ്പോൾ ആ ഗ്യാപ്പൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ മേലേക്ക് കുറേ ഓർബിറ്റുകളുണ്ട്. ഇത് 7ാമത്തെ ഓർബിറ്റാണ്, ഇത് 8ാമത്തെ ഓർബിറ്റ്, 9ാമത്തെ ഓർബിറ്റ്, അങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് ഓർബിറ്റിനെ, അതിപ്പോൾ എത്രാമത്തെയാണ് എന്ന് നമുക്കറിയില്ല, ഇലക്ട്രോണിന് എത്തിപ്പെടാൻ പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് എനർജിയെ നമുക്ക് എന്തായിട്ട് വിചാരിക്കാം? ഇൻഫിനിറ്റ് ഓർബിറ്റായിട്ട് വിചാരിക്കാം. 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞ പോലെ ഇത് ഇൻഫിനിറ്റ് ഓർബിറ്റാണ്, ഏറ്റവും അത്രയും ഹയർ ഓർബിറ്റാണ്. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്ത് പോയി. ആ ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്ത് ഹയർ ഓർബിറ്റ്, ഏതോ ഒരു ഹയർ ഓർബിറ്റിലെത്തി. ചിലപ്പോൾ അത് ഇൻഫിനിറ്റി വരെ എത്തിയിട്ടുണ്ടാവാം. അവിടുന്ന് അത് എന്ത് ചെയ്യാണ്? ആ ഇൻഫിനിറ്റ് ഓർബിറ്റ് എന്ന് പറയുമ്പോൾ അത് ഹൈ പൊട്ടൻഷ്യൽ എനർജി റീജിയനാണ്. ഇലക്ട്രോൺ എപ്പോഴും ശ്രമിക്കുന്നത് എന്തിനാണ്? ലോ പൊട്ടൻഷ്യൽ എനർജി ലെവലിൽ. അതിപ്പോൾ ഇലക്ട്രോൺ എന്നല്ല, ഏത് സിസ്റ്റം ആണെങ്കിലും ഇറ്റ് വിൽ ഓൾവേസ് ട്രൈ ഫോർ മിനിമം പൊട്ടൻഷ്യൽ എനർജി ആൻഡ് മാക്സിമം സ്റ്റെബിലിറ്റി. അപ്പോൾ അത് എപ്പോഴും ശ്രമിക്കുക എന്തായിരിക്കും? അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റ് ഏതാണോ ആ സ്റ്റേറ്റ് റീറ്റൈൻ ചെയ്യാനാണ് ശ്രമിക്കുക. സോ സപ്പോസ് ഇഫ് യു ആർ എക്സൈറ്റിംഗ് ദ ഇലക്ട്രോൺ ടു സം അതർ ഹയർ ഓർബിറ്റ്, ആഫ്റ്റർ സ്റ്റേയിങ് ഇൻ ദറ്റ് ഓർബിറ്റ് ഫോർ എ വൈൽ ഇറ്റ് വിൽ കം ഡൗൺ. അതായത് എവിടുന്നാണോ പോയത് അവിടേക്ക് തന്നെ തിരിച്ചു വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരാൻ സാധ്യതയുള്ള ആൾക്കാർ ആരൊക്കെ ആയിരിക്കാം? എവിടെ നിന്നൊക്കെ വരാം? ആദ്യം ഇൻഫിനിറ്റിയിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരാം. കാരണം ഏറ്റവും ഹയസ്റ്റ് ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹയസ്റ്റ് ഓർബിറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോൺ എന്തായാലും തിരിച്ചെങ്ങോട്ടേക്ക് വരും? ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരും. സോ ദിസ് ഈസ് ദ ട്രാൻസിഷൻ ഫ്രം
ഹയസ്റ്റ് ഓർബിറ്റ് ടു ലോവസ്റ്റ് ഓർബിറ്റ്. അതിൻ്റെ ഇടയിലൊക്കെ വേറെ കുറേ ട്രാൻസിഷൻസ് നടക്കുന്നുണ്ടാവാം, നമുക്കത് എല്ലാം വരയ്ക്കേണ്ട കാര്യമില്ല. അതുപോലെ ഇവിടുന്ന് ഒരു ട്രാൻസിഷൻ നടക്കുന്നുണ്ടാവും. ആൻഡ് ദെർ വിൽ ബി എ ട്രാൻസിഷൻ ലൈക്ക് ദിസ്. ഇങ്ങനെ നമുക്ക് ഓരോ ഹയർ ഓർബിറ്റിൽ നിന്നും ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക്, അതായത് ഇവരെല്ലാം എന്താണ്, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഈ പറഞ്ഞ ഓർബിറ്റുകളിലേക്ക് എല്ലാം പോയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ്. ആ ഇലക്ട്രോൺസ് എല്ലാം എന്ത് വരും, എവിടെ നിന്നാണ് പോയത് അവിടേക്ക് തന്നെ തിരിച്ചു വരും. കാരണം ആ ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്, ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇതാണ്, അപ്പോൾ അവരെല്ലാം തിരിച്ച് ഏത് സ്റ്റേറ്റിൽ നിന്നാണോ പോയത് ആ സ്റ്റേറ്റിലേക്ക് തന്നെ, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ് തന്നെ അത് റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ ഓൾ ദീസ് ഇലക്ട്രോൺസ് that have been excited are coming back to the ground state. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്, N2 ആണ്. അല്ലെങ്കിൽ N2 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി, 8, 7, 6, 5 എല്ലാ എന്ന് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ എല്ലാ കേസുകളിലും N1 എന്ന് പറഞ്ഞാൽ എന്താ, എവിടെയൊക്കെയാണോ അത് തിരിച്ചു വരുന്നത് അതാണ് N1 എന്ന് പറയുന്നത് എത്രയാണ്, N=1 ആണ്. അപ്പോൾ നമ്മളിതിനെ ഈ ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്ന ഇലക്ട്രോണുകളെയാണ് നമ്മൾ എന്തായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത്, ദീസ് ആർ കോൾഡ് ആസ് ലൈമാൻ സീരീസ്. അതായത് ഹയർ ഓർബിറ്റുകളിലേക്ക് എക്സൈറ്റ് ചെയ്ത് എക്സൈറ്റേഷൻ നടന്ന് എല്ലാവരും ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്കാണ് വരുന്നതെങ്കിൽ ആ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ വരുന്ന സ്പെക്ട്രൽ ലൈൻസിനെ എല്ലാം ചേർന്ന് നമ്മൾ വിളിക്കുന്ന പേരാണ് ലൈമാൻ സീരീസ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ലൈമാൻ സീരീസ് ആണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത്. സോ ഫോർ ലൈമാൻ സീരീസ് കുറച്ചധികം നമുക്കിതിൽ പറയാനുണ്ട്. ലൈമാൻ സീരീസ് ആണെങ്കിൽ വി ക്യാൻ സേ, സോ നമുക്കപ്പോൾ ലൈമാൻ സീരീസിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ലൈമാൻ സീരീസിൽ മക്കളെ നിങ്ങൾക്കറിയാം N1 എത്രയാണ്, എല്ലാവരും വരുന്ന എവിടേക്കാണോ അതാണ് N1, അതായത് ലോവസ്റ്റ് എനർജി ലെവൽ. അത് നേരത്തെ പറഞ്ഞിരുന്നല്ലേ, N1 എന്ന് പറയുന്നത് എത്രയാണ്, 1 ആണ്. ഫോർ ഓൾ ആർ കമ്മിങ് ബാക്ക് ടു ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ആൻഡ് N2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, അത് 2 ആവാം, 3 ആവാം, 4 ആവാം, അപ് ടു ഇൻഫിനിറ്റി വരെ ആവാം. അപ്പോൾ N2ൻ്റെ വാല്യൂ വാരി ചെയ്യുന്നു, N1 എന്ന് പറയുന്നത് 1 ആണ്. ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയും നമ്മളിതിനെ. ഇത് സെക്കൻഡ് ഓർബിറ്റ് ആണ്. സെക്കൻഡ് ഓർബിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ്, ഓർമ്മയുണ്ടാവും, കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സെക്കൻഡ് ഓർബിറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. 3 ആയി കഴിഞ്ഞാൽ അത് രണ്ടാമത്തെ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയി. 4 എടുത്തു കഴിഞ്ഞാൽ അത് മൂന്നാമത്തെ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയി. സോ നിങ്ങളോട് പറയുകയാണ്, ഇലക്ട്രോൺ ഈസ് ഇൻ ദ nth ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് nth ഓർബിറ്റ് വിൽ ബി ദ n-1th എക്സൈറ്റഡ് സ്റ്റേറ്റ്. അതുപോലെ nth എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും, n+1th ഓർബിറ്റ് ആയിരിക്കും. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇത് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്, പക്ഷേ ഇത് രണ്ടാമത്തെ ഓർബിറ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഈ 7ാമത്തെ ഓർബിറ്റ് എടുത്തു എന്ന് വിചാരിക്കുക. 7ാമത്തെ ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ അത് 6ാമത്തെ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ് വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. സോ ഈ എക്സൈറ്റഡ് സ്റ്റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് എന്നുള്ള കാര്യം ഓർമ്മ വേണം. അപ്പോൾ ലൈമാൻ സീരീസിലേക്ക് വരുമ്പോൾ ലൈമാൻ സീരീസിൽ N1 അതായത് ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 1 ആണ്, ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് വാരി ചെയ്യാം. അപ്പോൾ ഈ ലൈമാൻ സീരീസിൻ്റെ വേവ് ലെങ്ത്തുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കതിലേക്ക് റിഡ്ബർഗ് ഇക്വേഷൻ, ആ മോളിൽ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ലൈമാൻ സീരീസിൽ ഏറ്റവും കൂടുതൽ എനർജി ട്രാൻസ്ഫർ വരുന്നത് ഈ ട്രാൻസിഷനിലല്ലേ. ഇതാണ് ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് ഓർബിറ്റ്, ഇത് ലോവസ്റ്റ് ലെവൽ ഓഫ് ഓർബിറ്റ് ആണ്. അപ്പോൾ ഹയസ്റ്റ് ലെവലിൽ നിന്ന് ലോവസ്റ്റ് ലെവലിലേക്ക് വരുന്ന ട്രാൻസിഷനാണ് എനർജി മാക്സിമം വരുന്നത്. സോ ഇതിനെ നമുക്ക് എന്തായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, ദിസ് ട്രാൻസിഷൻ ഇൻവോൾവ്സ് ദ മാക്സിമം എനർജി അല്ലേ. എനർജി എന്ന് പറയുന്നത് ഇവിടെ എന്തായാലും എനർജി മസ്റ്റ് ബി ഈക്വൽ ടു hc ഡിവൈഡഡ് ബൈ ലാംഡയാണ്. നമ്മൾ ലാംഡയുടെ ടൈമിലാണ് ഇക്വേഷനൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏറ്റവും ഹയസ്റ്റ് ഓർബിറ്റിൽ നിന്ന് ഏറ്റവും ലോവസ്റ്റ് ഓർബിറ്റിലേക്കാണ് ട്രാൻസിഷൻ നടക്കുന്നത്. അപ്പോൾ ഹയസ്റ്റ് ടു ലോവസ്റ്റ് ട്രാൻസിഷൻ ആയതുകൊണ്ട് ദ എനർജി ഇൻവോൾവ്ഡ് ഇൻ ദിസ് ട്രാൻസിഷൻ വിൽ ബി ദ മാക്സിമം. സോ മാക്സിമം എനർജി ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ നിന്ന് ഏറ്റവും ലോവസ്റ്റ് ലെവലിലേക്ക് വരുന്നതായിരിക്കും. എനർജി മാക്സിമം ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത് മിനിമം ആയിരിക്കും. സോ ഈ ട്രാൻസിഷൻ്റെ എനർജി മാക്സിമം എന്ന് പറയുന്ന പോലെ നമുക്ക് അവിടെ എന്തും കൂടെ പറയാം, വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് ദിസ് ട്രാൻസിഷൻ വിൽ ബി ദ മിനിമം. അപ്പോൾ നമുക്ക് ഒരു കാര്യം, എനർജിയുടെ ആ ഏറ്റവും ഹയസ്റ്റ് എനർജി ട്രാൻസിഷൻ്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഇതുപോലെ ഇവിടെ ഏറ്റവും ലോവസ്റ്റ് ട്രാൻസിഷൻ നടക്കുന്നത് ഇവിടെയാണ്. n=2 നിന്ന് n=1 വരുന്നത്. ഇത് നേരെ ഓപ്പോസിറ്റ് അല്ലേ. കാരണം ഇവിടെ ഏറ്റവും അടുത്തടുത്ത 2 ആൾക്കാർ ഇവർ രണ്ടുപേരുമാണ്, ഗ്രൗണ്ട് സ്റ്റേറ്റും ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റും. സോ ദിസ് വിൽ ബി റെപ്രസെൻറ്റിംഗ് ദ മിനിമം എനർജി
ആൻഡ് ദാറ്റ് വിൽ ബി റെപ്രസെൻറ്റിംഗ് ദ മാക്സിമം വേവ് ലെങ്ത്. എവിടെയാണോ മിനിമം എനർജി വരുന്നത് അവിടെ മാക്സിമം വേവ് ലെങ്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലൈമൻ സീരീസിൽ മിനിമം വേവ് ലെങ്ത് എത്രയാണ്, മാക്സിമം വേവ് ലെങ്ത് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ ലാംഡ മിനിമം ഈസ് ഈക്വൽ ടു എത്ര വരും, r ഇൻറ്റു 1/n1 എന്ന് പറഞ്ഞാൽ ഒരു സംശയം വേണ്ട, അത് 1 തന്നെയാണ്, മൈനസ് 1/n2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക, 1/∞. സോ ലാംഡ മിനിമം റെപ്രസെൻറ്റ്സ് മാക്സിമം എനർജി. അപ്പോൾ 1/n1 സ്ക്വയർ മൈനസ് 1/∞ സ്ക്വയർ വരും. അത് 0 ആയി പോയി കഴിഞ്ഞാൽ യു ഗെറ്റ് ലാംഡ മിനിമം ഈസ് ഈക്വൽ ടു 1/r എന്ന് വരും. ഈ 1/rൻ്റെ വാല്യൂ, ആറിൻ്റെ വാല്യൂ നമ്മൾ ഡിറ്റർമിൻ ചെയ്തതാണ്. ഇതിൻ്റെ വാല്യൂ വരുന്നത് 912 ആങ്സ്ട്രോം ആണ്. ബൈ ഹാർട്ട് ചെയ്യേണ്ട വാല്യൂ ആണ്. ലാംഡ മിനിമം ഓഫ് ലൈമാൻ സീരീസ് ഈസ് 1/r അല്ലെങ്കിൽ 9012 ആങ്സ്ട്രോം. ഈ തവണയും കൂടെ JEEക്ക് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണിത്. ഇതുപോലെ തന്നെ ഇതിൻ്റെ മാക്സിമം വാല്യൂ ഓഫ് വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ലാംഡ മാക്സിമം കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം അവിടെ. സോ മാക്സിമം വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടാൽ അറിയാം, മാക്സിമം വേവ് ലെങ്ത് മീൻസ് മിനിമം എനർജി ആസ് പെർ E is equal to hc by lambda, and if lambda is maximum, energy transition must be minimum. Energy transition minimum ആയിരിക്കുന്നത് ഇതിലാണ്, അതായത് സെക്കൻഡ് ഓർബിറ്റിൽ നിന്ന് ഫസ്റ്റ് ഓർബിറ്റിലേക്കുള്ള ഡി എക്സൈറ്റേഷനിൽ. സോ 1/λ maximum is equal to r ഇൻറ്റു 1/n1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/2 സ്ക്വയർ. 1/2 സ്ക്വയർ മീൻസ് 1/4. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ലാംഡ മാക്സിമം ഈസ് ഈക്വൽ ടു എത്ര വന്നു, ഇതിപ്പോൾ 3/4 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 4/3r എന്ന് വരും. 4/3r ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു, അല്ലേ, ഇതിപ്പോൾ 3/4 അല്ലേ, 3r/4 റെസിപ്രോക്കൽ എടുത്തിട്ടുണ്ടെങ്കിൽ 4/3r വരും. ആൻഡ് ദ ആൻസർ വിൽ ബി അറൗണ്ട് 1213 ആങ്സ്ട്രോം ആണ് വരുന്നത്. സോ ലൈമാൻ സീരീസിലെ ഈ രണ്ട് വാല്യൂസ് എന്തായാലും എല്ലാവർക്കും ഓർമ്മ വേണം. മിനിമം വാല്യൂ ഓഫ് ലാംഡയും മാക്സിമം വാല്യൂ ഓഫ് ലാംഡയും. മിനിമം വാല്യൂ 1/r ആണ്, മാക്സിമം വാല്യൂ 4/3r ആണ്. ഒന്നുകിൽ ആറിൻ്റെ ടൈമിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ വാല്യൂസിൻ്റെ ടൈമിൽ 912ഉം 1213. അപ്പോൾ 912 ആങ്സ്ട്രോം ആണെങ്കിലും 1213 ആങ്സ്ട്രോം ആണെങ്കിലും ഇൻ ദ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഇറ്റ് വിൽ ബി കമ്മിങ് ഇൻ ദ ഏത് റീജിയൻ ആണ്, ഇറ്റ് വിൽ ബി ഇൻ ദ അൾട്രാ വയലറ്റ് റീജിയൻ. സോ ദിസ് ലൈമൻ സീരീസ് പ്രിഡോമിനൻ്റ്ലി അപ്പിയേഴ്സ് ഇൻ ദ അൾട്രാ വയലറ്റ് റീജിയൻ. എന്നോട് വേണമെങ്കിൽ നമുക്കൊന്ന് വലുതാക്കി എഴുതാം. ഓക്കെ, ദിസ് അപ്പിയേഴ്സ് ഇൻ ദ UV റീജിയൻ. അപ്പോൾ ലൈമാൻ സീരീസ് കംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്നത് എവിടെയാണ്, UV റീജിയനിലാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ സ്പെക്ട്രത്തിനെ നമ്മൾ അനലൈസ് ചെയ്തു, അല്ലെങ്കിൽ ആദ്യത്തെ സീരീസ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ലൈമാൻ സീരീസ് ആണ്. മിനിമം വേവ് ലെങ്ത്, മാക്സിമം വേവ് ലെങ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീണ്ടും വീണ്ടും പറയുകയാണ്, ഇതിൻ്റെ മിനിമം വാല്യൂ ഓഫ് വേവ് ലെങ്ത്തും മാക്സിമം വാല്യൂ ഓഫ് വേവ് ലെങ്ത്തും മസ്റ്റായിട്ട് ഓർമ്മിച്ച് വെക്കണം. അല്ലെങ്കിൽ പിന്നെ ഓരോ തവണയും ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. മിനിമം വേവ് ലെങ്ത് 1/r ആണ്, മാക്സിമം വേവ് ലെങ്ത് 4/3r ആണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ മിനിമം മാക്സിമം വേവ് ലെങ്ത്തുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. മിനിമം വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓൾവേസ് കറസ്പോണ്ട്സ് ടു മാക്സിമം എനർജി. മാക്സിമം എനർജി എന്ന് പറഞ്ഞാൽ അത് ഏതാണ്, ഹയസ്റ്റ് ഓർബിറ്റിൽ നിന്ന് ലോവസ്റ്റ് ഓർബിറ്റിലേക്കുള്ള ട്രാൻസിഷനാണ്. ഇതുപോലെ മാക്സിമം വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ അതെന്താണ്, മിനിമം എനർജിയാണ്. മിനിമം എനർജി ഹാപ്പൻസ് വെൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആൻഡ് ഫസ്റ്റ് എക്സൈറ്റേഷൻ സ്റ്റേറ്റ്. ഫസ്റ്റ് എക്സൈറ്റേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ n = 2 ആണ്. അപ്പോൾ ആ രണ്ടുപേരും തമ്മിൽ ട്രാൻസിഷനാണ് മിനിമം എനർജി ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവുക. ഇതിനെ വേറെ ചില വേർഡ്സിലൊക്കെ സൂചിപ്പിക്കാറുണ്ട്, ഫസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറയാറുണ്ട്. ഫസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറയാറുണ്ട്, സീരീസ് ലിമിറ്റ് എന്ന് പറയാറുണ്ട്. സീരീസ് ലിമിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഹയസ്റ്റ് എനർജി അല്ലെങ്കിൽ ലോവസ്റ്റ് വാല്യൂ ഓഫ് വേവ് ലെങ്ത്തിനെയാണ്. ഈ തന്നിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ ലാംഡ മിനിമം, ഈ ലാംഡ മിനിമത്തിനെ പറയുന്ന പേരാണ് സീരീസ് ലിമിറ്റ്. ഇതിനെ നമ്മൾ പറയുന്നത് ഫസ്റ്റ് ലൈൻ എന്നാണ്. ഇതുപോലുള്ള വേർഡിങ്സ് ഒക്കെ ഓർമ്മിച്ച് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചിലപ്പോൾ സീരീസ് ലിമിറ്റ് എന്നോ അല്ലെങ്കിൽ ഫസ്റ്റ് ലൈൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മനസ്സിലാക്കണം. ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് എനർജി ട്രാൻസിഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത് ആണിത്. അപ്പോൾ ലൈമൻ സീരീസിൻ്റെ കാര്യം അങ്ങനെ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് കാണേണ്ടത് എന്താണ്, ഇപ്പോൾ ഇതേപോലെ തന്നെ ലൈമൻ ഹയർ ഓർബിറ്റുകളിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വന്ന പോലെ ഈ ഹയർ ഓർബിറ്റിൽ പല ഹയർ ഓർബിറ്റുകളിൽ നിന്നും ഈ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരാം. അപ്പോൾ അങ്ങനെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കിക്കോളൂ. കുറേ ആൾക്കാർ വരുന്നുണ്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക്. ഇത് വരുന്നു, ഇതിൽ നിന്ന് വരുന്നു. അപ്പോൾ ഇൻഫിനിറ്റിന്നാണ്, ഇത് ഇൻഫിനിറ്റിന്നാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ ഈ ഓർബിറ്റിൽ നിന്ന് ഇതിൽ നിന്ന് വരുന്നു. സോ from all the higher orbits the electrons are de-excited to the second orbit അല്ലെങ്കിൽ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഇവരെല്ലാവരും വരുന്നത്
സെക്കൻഡ് ഓർബിറ്റിലേക്കാണ്. അപ്പോൾ ഈ സീരീസിനെ നമ്മൾ കൺസിഡർ ചെയ്താൽ ഈ സീരീസിലെ മാക്സിമം എനർജി എന്ന് പറയുന്നത് ഇതാണ്. ദിസ് റെപ്രസെൻറ്റ്സ് മാക്സിമം എനർജി അല്ലെങ്കിൽ മിനിമം വേവ് ലെങ്ത്. അതെപ്പോഴും ഓർമ്മ വേണം. മാക്സിമം എനർജി ട്രാൻസ്ഫർ അല്ലെങ്കിൽ മിനിമം വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ അത് ഇൻഫിനിറ്റിയിൽ നിന്ന് ഏറ്റവും ലോവസ്റ്റ് ലെവലിലേക്കുള്ള ട്രാൻസിഷനാണ് മാക്സിമം എനർജിക്കും മിനിമം വേവ് ലെങ്ത്തിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഇതാണ് അവിടുത്തെ. അപ്പോൾ ഇതിനെ നമ്മൾ സീരീസ് ലിമിറ്റ് എന്ന് പറയും. സീരീസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ടു ലോവസ്റ്റ് ട്രാൻസിഷൻ്റെ വേവ് ലെങ്ത് ആണ്. അതുപോലെ ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ലെവലിനും അതിന് തൊട്ട് മുകളിലത്തെ ലെവലിനും തമ്മിലുള്ള എനർജി ട്രാൻസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത് ആണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ്. അതായത് ഹയർ ഓർബിറ്റിൽ നിന്ന് സെക്കൻഡ് ഓർബിറ്റിലേക്ക് വരികയാണെങ്കിൽ വി വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് ബാമർ സീരീസ്. ബാമർ സീരീസിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. അപ്പോൾ ബാമർ സീരീസിൻ്റെ പ്രോപ്പർട്ടീസ് ഇപ്പോൾ ഇതുവരെ നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാമർ സീരീസ് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് യു ആർ ഗെറ്റിംഗ് ഈസ്, നോക്കിക്കോളൂ, ബാമർ സീരീസിൽ എല്ലാ സിറ്റുവേഷനിലും N1 എന്ന് പറയുന്നത് ആരാണ്? N1 ഈസ് 2 ആണ്. അതുപോലെ തന്നെ N2 എന്ന് പറയുന്നത് 2ലേക്കാണ് എല്ലാവരും വരുന്നത്. സോ ദ ഹയർ ഓർബിറ്റ്സ് ക്യാൻ ബി 3, 4, 5, 6 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. അപ്പോൾ നമുക്ക് ലാംഡ മിനിമത്തിൻ്റെ വാല്യൂവും ലാംഡ മാക്സിമത്തിൻ്റെ വാല്യൂവും കണ്ടുപിടിക്കാമല്ലോ. 1/λ മിനിമം ഈസ് ഈക്വൽ ടു R ഇൻറ്റു 1/N1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1/4 മൈനസ് 1/N2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി അല്ലേ മക്കളെ. 1/∞ മീൻസ് 0. സോ മിനിമം വാല്യൂ ഓഫ് വേവ് ലെങ്ത് ഇൻ ബാമർ സീരീസ് ഈസ് ഈക്വൽ ടു എത്ര വരും? ദാറ്റ് ഈസ് 4/R എന്ന് വരും. 4/R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ദ വാല്യൂ വിൽ ബി 3646 ആങ്സ്ട്രം. ഒന്നുകിൽ ഇങ്ങനെ ഓർമ്മിക്കുക അല്ലെങ്കിൽ ഈ രീതിയിൽ ഓർമ്മിക്കുക. 3646 ആങ്സ്ട്രം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു ദ വേവ് ലെങ്ത് ഓഫ് വയലറ്റ് കളർ. വയലറ്റ് കളറിൻ്റെ വേവ് ലെങ്ത് എത്രയാണ് വരുന്നത്? 4000 ആങ്സ്ട്രമാണ് വരുന്നത്. ഇതേപോലെ നമുക്ക് എന്തും കണ്ടുപിടിക്കാം, മാക്സിമം വേവ് ലെങ്ത് കണ്ടുപിടിക്കാം. മാക്സിമം വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ 1/λ മാക്സിമം ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്? R ഇൻറ്റു 1/N1 സ്ക്വയർ ഈസ് ഓൾവേസ് 1/4. 1/N2 സ്ക്വയർ മീൻസ് ഇവിടെ ബാമർ സീരീസ് ഒന്ന് നോക്കിയാൽ നിങ്ങൾ, ദിസ് ഈസ് ദ ലോവസ്റ്റ് എനർജി ട്രാൻസിഷൻ. ആൻഡ് ലോവസ്റ്റ് എനർജി ട്രാൻസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തേർഡ് ഓർബിറ്റിൽ നിന്ന് സെക്കൻഡ് ഓർബിറ്റിലേക്കാണ് ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുന്നത്. സോ 1/4 മൈനസ് 1/9 അല്ലേ വരുന്നത്? 1/9 എന്ന് വരും. സോ വാട്ട് ഈസ് ദ വാല്യൂ ഫോർ ലാംഡ മാക്സിമം? സോ ഇൻ ദിസ് കേസ് ലാംഡ മാക്സിമം ഈസ് ഈക്വൽ ടു എത്ര വരുന്നുണ്ട്? 36.5. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 36/5R എന്ന് വരും. ആൻഡ് ഇഫ് യു കാൽക്കുലേറ്റ് ദ ന്യൂമറിക്കൽ വാല്യൂ ഇറ്റ് വിൽ ബി അറൗണ്ട് 6563 ആങ്സ്ട്രം. 6563 ആങ്സ്ട്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഒരു ഓറഞ്ച് റെഡ് കളറിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും. 6500 ആങ്സ്ട്രത്തിന് മുകളിലെല്ലാം റെഡിഷ് നേച്ചർ ആയിരിക്കും. സോ ദിസ് വിൽ ബി ക്ലിയർലി അപ്പിയറിംഗ് ഇൻ ദ വിസിബിൾ റീജിയൻ. സോ ഓൾമോസ്റ്റ് ഈ ബാമർ സീരീസിൻ്റെ എല്ലാം കിടക്കുന്നത് എവിടെ തന്നെയാണ്? വിസിബിൾ റീജിയനിലാണ്. ഒരു ചെറിയ പോർഷൻ മാത്രം ഈ 3646 തൊട്ട് 4000 വരെയുള്ള ആൾക്കാർ എവിടെയാണ് കിടക്കുന്നത്? UV-യിലാണ് കിടക്കുന്നത്. ബട്ട് മെജോറിറ്റി ഓഫ് ബാമർ സീരീസ് ഇസ് comes in the visible spectrum. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അടുത്തതിലേക്ക് പോവാം. സോ ദിസ് ലൈസ് ഇൻ ദ വിസിബിൾ റീജിയൻ. ബാമർ സീരീസ് ഇത് നമുക്ക് ലൈറ്റായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ലൈമൻ സീരീസ്, ബാമർ സീരീസ്. ഇനി ബാമർ സീരീസിലെ ഈ കാണുന്ന ലാംഡ മാക്സിമത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ first line of Balmer series, and this 3646 angstrom is called as the series limit of Balmer series. അപ്പോൾ സീരീസ് ലിമിറ്റ് എന്താണ്? ഫസ്റ്റ് ലൈൻ എന്താണ്? മാക്സിമം എനർജി ട്രാൻസ്ഫർ എപ്പോഴാണ്, അല്ലെങ്കിൽ വേവ് ലെങ്ത് മിനിമം എപ്പോഴാണ്, മാക്സിമം എപ്പോഴാണെന്നുള്ള കാര്യമൊക്കെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതിനെ ഒരു ചെയിനായിട്ട് നിങ്ങൾ ഒന്നിനൊന്നായിട്ട് കോറിലേറ്റ് ചെയ്ത് മനസ്സിൽ ഓർമ്മിച്ച് വെച്ചോളൂ. അതാണ് നല്ലത്. അല്ലാതെ നമ്മൾ എല്ലാം ബൈ ഹാർട്ട് ചെയ്താലും ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടം വരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈമനും ബാമറും കണ്ട പോലെ തന്നെ ഇനി നമുക്ക് മറ്റാൾക്കാരെയും ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. നമുക്ക് ലൈമൻ സീരീസ്, ബാമർ സീരീസ് പോലെ ഇനിയിപ്പോൾ മൂന്നാമത് വരുന്ന സീരീസ് എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും വരുന്നത് ഇൻഫിനിറ്റിയിൽ നിന്നാണ്. പക്ഷേ ഇൻഫിനിറ്റിയിൽ നിന്ന് അവരെല്ലാവരും വന്ന് അവസാനിക്കുന്നത് എവിടെയാണ്? ദേ വിൽ ബി എൻഡിങ് ഓൺ ദ
തേർഡ് ഓർബിറ്റിലേക്കാണ് അവരെല്ലാവരും വന്ന് അവസാനിക്കുന്നത്. ഇങ്ങനെ തേർഡ് ഓർബിറ്റ്, ഇതും തേർഡ് ഓർബിറ്റിലേക്ക് വരും, ഇതും തേർഡ് ഓർബിറ്റിലേക്ക് വരും. again from this ഇങ്ങനെ വരും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൈമൻ ബാമർ. മൂന്നാമത്തെ ആളാണ് പാഷൻ സീരീസ്. ഇതുപോലെ അടുത്ത രണ്ടെണ്ണം കൂടെ ഉണ്ട് മെയിനായിട്ടുള്ളത്. ലൈമൻ ബാമർ പാഷൻ. അടുത്ത് ഇൻഫിനിറ്റി എന്ന് വരുന്നത് എത്രാമത്തെ ഓർബിറ്റിലേക്ക് ആയിരിക്കണം? 4ാമത്തെ ഓർബിറ്റിലേക്ക് ആയിരിക്കണം വരേണ്ടത്. 4ലേക്കല്ലേ വന്നിരിക്കുന്നത്? യെസ്. ഇങ്ങനെ അടുത്ത് ഇങ്ങനെ വരച്ചത് മാറിപ്പോയതാണ്. അതിന് ശേഷം ഈ ഓർബിറ്റിൽ നിന്ന് ഇപ്പുറത്തെ ഓർബിറ്റിൽ നിന്ന് ഇതിനെ നമ്മൾ വിളിക്കുന്നത് ലൈമൻ ബാമർ പാഷൻ. ഞാൻ വരച്ചതൊന്നും മുകളിലേക്ക് ആയിപ്പോയില്ലേ. എല്ലാവരും വരുന്നത് 4ാമത്തെ ഓർബിറ്റിലേക്കാണ്. 1 2 3 4 4th ഓർബിറ്റിലേക്ക് വരുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്നത് ബ്രാക്കറ്റ് സീരീസ്. ഇതുപോലെ തന്നെ 5th ഓർബിറ്റിലേക്കും കുറച്ച് പേര് ഡീഎക്സൈറ്റ് ചെയ്ത് വരുന്നുണ്ടാവാം. ആ 5th ഓർബിറ്റിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും വരുന്നത് എവിടെ നിന്നാണ്? ഇൻഫിനിറ്റിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇതാണ് 5th ഓർബിറ്റ്. 1 2 3 4 5. യെസ്. ഇവിടുന്ന് വരും, ദെൻ ഈ ഓർബിറ്റിൽ നിന്ന് വരും, ഓർബിറ്റിൽ നിന്ന് അങ്ങനെ വരും. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഫണ്ട് സീരീസ് എന്നാണ്. ലൈമൻ ബാമർ പാഷൻ ബ്രാക്കറ്റ് ഫണ്ട്. അപ്പോൾ ലൈമൻ സീരീസ് കിടക്കുന്നത് UVയിലാണ്. ബാമർ പ്രിഡോമിനൻ്റ്ലി എന്തിലാണ്? വിസിബിൾ റീജിയനിലാണ്. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഇപ്പോൾ അതിനെ എന്തായിട്ട് തന്നെ എഴുതിയാൽ മതി? വിസിബിൾ റീജിയൻ എന്ന് തന്നെ എഴുതിയാൽ മതി. ദിസ് ഈസ് ഇൻ ദ വിസിബിൾ റീജിയൻ. ഇനി വിസിബിൾ റീജിയൻ ഓൾറെഡി നമ്മൾ എഴുതിയതാണ്. ഈ 3 പേരും അപ്പോൾ ലൈമനിൽ നിന്ന് ബാമറിലേക്ക് വന്നപ്പോൾ വേവ് ലെങ്ത് കുറഞ്ഞു. ബാമറിൽ നിന്ന് പാഷനിലേക്കും, പാഷനിൽ നിന്ന് ബ്രാക്കറ്റിലേക്കും, ബ്രാക്കറ്റിൽ നിന്ന് ഫണ്ട് സീരീസിലേക്കും പോയി കഴിഞ്ഞാൽ ഫർദർ ദർ വിൽ ബി ഡിക്രീസ് ഇൻ ഫ്രീക്വൻസി ആൻഡ് ഇൻക്രീസ് ഓഫ് വേവ് ലെങ്ത്. അപ്പോൾ UV എന്തായിട്ട് മാറി? വേവ് ലെങ്ത് കൂടി വിസിബിളായി. വിസിബിൾ വേവ് ലെങ്ത് കൂടി കഴിഞ്ഞാൽ അത് ആരായിട്ട് മാറും? ദാറ്റ് ബിക്കംസ് ഇൻഫ്രാറെഡ്. അപ്പോൾ ഈ 3 റീജിയനാണ് മെയിനായിട്ട്, അല്ലെങ്കിൽ ഈ 5 സ്പെക്ട്രൽ ലൈൻസ് ആണ് നമുക്ക് ഹൈഡ്രജനിൽ കാണാൻ പറ്റുന്നത്. അതിൽ തന്നെ മെജോറിറ്റി വരുന്ന ആരായിരിക്കും? ഈ 3 പേരായിരിക്കും. പക്ഷേ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും. ഈ 2 പേരും ചെറിയൊരു വേവ് ലെങ്ത് റേഞ്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ വേവ് ലെങ്ത് റേഞ്ച് കണ്ടല്ലോ, 912 തൊട്ട് 1213 വരെ. രണ്ടാമത്തെ ആണെന്നുണ്ടെങ്കിൽ ഒരു 4000 തൊട്ട് 6000 വരെയാണ്. പക്ഷേ അതിനുശേഷം ബാക്കി വരുന്ന എല്ലാ വേവ് ലെങ്ത്തുകളും ഈ പറയുന്ന 3 സീരീസിലായിരിക്കും. ഡിപ്പെൻസ് ഓൺ ദെയർ ഡീഎക്സൈറ്റേഷൻ അവരെ നമ്മൾ പല സീരീസുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാവരുടെയും വേവ് ലെങ്ത് വരുന്നത് ഇൻഫ്രാറെഡ് റീജിയനിൽ തന്നെ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ലൈമനും ബാമറും കണ്ടു. ഇനിയിപ്പോൾ പാഷൻ ബ്രാക്കറ്റ് ഫണ്ട് നമ്മൾ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് എഴുതി നോക്കാം. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലൈമൻ ബാമർ പാഷൻ സീരീസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ N1 = 3 അല്ലേ മക്കളെ വരിക. N2 ആണെങ്കിലോ N2 = 3 വരില്ല, 4 5 6 അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടുത്തെ 1/λ മാക്സിമം ആണ് പറയണത്. ലാംഡ മാക്സിമം എന്ന് പറഞ്ഞാൽ 4ൽ നിന്ന് 3ലേക്കുള്ളതാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു R × 1/3² -1/4². 16 അല്ലേ വരുന്നത്. സോ യു ഗെറ്റ് മാക്സിമം വാല്യൂ ഓഫ് ലാംഡ എത്രയാണ് വരുന്നത്? 16 7 144. ദാറ്റ് ഈസ് 144 / 7R എന്ന് വരും. ദിസ് ഈസ് ദ ഫസ്റ്റ് ലൈൻ ഓഫ് പാഷൻ സീരീസ്. ഇപ്പോൾ മാക്സിമം വാല്യൂ കണ്ടുപിടിച്ച പോലെ തന്നെ 1/λ മിനിമം എന്ന് പറയുന്നത് എത്ര വരും? λ മിനിമം ഈസ് ഈക്വൽ ടു R × 1/3² അല്ലേ വരുന്നത്. 1/9 - ഇൻഫിനിറ്റി. സോ ദ മിനിമം വാല്യൂ ഓഫ് ലാംഡ മിനിമം ഈസ് ഈക്വൽ ടു 9 / R എന്ന് വരും. ഈ പറഞ്ഞ വാല്യൂസൊക്കെ ഓർമ്മിച്ച് വെക്കണം. ലൈമൻ ബാമർ പാഷൻ എന്തായാലും ഓർമ്മിച്ച് വെക്കണം. ഇതുപോലെ തന്നെ നമ്മൾ മറ്റ് 2 സീരീസുകളുണ്ടല്ലോ. ബ്രാക്കറ്റ് സീരീസ് ആണെങ്കിൽ N1 = 4 വരും. ഇവിടെയാണെങ്കിൽ N1 = 5 എടുക്കേണ്ടി വരും. അതങ്ങനെ വാരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഹൈഡ്രജൻ സ്പെക്ട്രം റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ്. പറഞ്ഞ കാര്യം എന്തായാലും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാം നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നത് മേലെ കാണിക്കുന്ന ഈ റെഡ്ബർഗ് ഇക്വേഷൻ വെച്ച് തന്നെയാണ്. ഇനി ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഈ എക്സൈറ്റേഷൻ ഡീഎക്സൈറ്റേഷൻ കണ്ടു. ഇപ്പോൾ 5ാമത്തെ ഓർബിറ്റിൽ നിന്ന്, ഇപ്പോൾ ഞാനിവിടെ ഇത് 5ാമത്തെ ഓർബിറ്റാണ്, ഇത് 4ാമത്തെ ഓർബിറ്റ്. ഒരു എക്സാമ്പിൾ പറയുകയാണ്. 3ാമത്തെ ഓർബിറ്റ്, 2ാമത്തെ ഓർബിറ്റ്, 1ാമത്തെ ഓർബിറ്റ്, 1 2 3
4 5 ഓർബിറ്റ് കൺസിഡർ ചെയ്തു. ഇവിടെ നടന്നേക്കാവുന്ന ട്രാൻസിഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 5-ൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് വരാം, 5-ൽ നിന്ന് അതുപോലെ തന്നെ 4-ൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് വരാം, 3-ൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് വരാം, 2-ൽ നിന്ന് വരാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടന്നേക്കാവുന്ന മെയിൻ ട്രാൻസിഷൻസ്. ഇതൊക്കെയാണ് 5 to 5 to 1, 4 to 1, 3 to 1, 2 to 1. ഇതിൻ്റെ ഇടയിൽ കൂടെ ചില സബ്സിഡിയറി ട്രാൻസിഷൻസും അവിടെ നടക്കുന്നുണ്ടാവാം. അപ്പോൾ സബ്സിഡിയറി ട്രാൻസിഷൻ നടക്കാൻ സാധ്യതയുള്ള ഏതാ? 5-ൽ നിന്ന് 2-ലേക്ക് വരാം, 5-ൽ നിന്ന് 2-ലേക്ക് വന്ന പോലെ 4-ൽ നിന്ന് 2-ലേക്ക് വരാം, അതുപോലെ 3-ൽ നിന്ന് 2-ലേക്ക് വരാം. ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ ഇൻറ്റൻസിറ്റി കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും, എനർജി ഇൻവോൾവ്ഡും വളരെ കുറവായിരിക്കും. ഇതേപോലെ തന്നെ അത് കഴിഞ്ഞ് പിന്നെ ഏതാ വരുന്നത്? 5-ൽ നിന്ന് 3-ലേക്ക് വരാം, അതുപോലെ 4-ൽ നിന്ന് 3-ലേക്ക് വരാം. പിന്നെ വരാൻ സാധ്യതയുള്ള ഏതാ? 5-ൽ നിന്ന് 4-ആണ്. ഇത്രയല്ലേ ഇവിടെ പോസിബിൾ ആയിട്ടുള്ള ടോട്ടൽ ട്രാൻസിഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര വന്നു? 3 അല്ല 4, 4 3 7, 7 3 10 സ്പെക്ട്രൽ ലൈൻസ് ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതേപോലെ തന്നെ മക്കളെ നമ്മൾ 4 to 1 ഒന്ന് എടുത്ത് നോക്കിയാലോ. 4 1 2 3 4. അപ്പോൾ 4 to 1, 3 to 1, 2 to 1. ഇത് മെയിൻ ട്രാൻസിഷൻസ് ആണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് എന്താ? ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്ന ട്രാൻസിഷൻ. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്ന ആൾക്കാർ 4 എണ്ണമാണ്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ സബ്സിഡിയറി ആയിട്ട് ലോ ഇൻറ്റൻസിറ്റിയിൽ ഈ കാണുന്ന ലോ എനർജി ട്രാൻസിഷൻസ് നടക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ 4 to 2 നടന്നൂടെ, 3 to 2 നടന്നൂടെ, ഇനി ഒരെണ്ണം കൂടെ നടക്കാമല്ലോ, 4 to 3 നടക്കാം. സോ ദെൻ ടോട്ടൽ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് പ്രൊഡ്യൂസ് ഇൻ ദിസ് കേസ് ഇസ് ഈക്വൽ ടു 3 + 3 ദാറ്റ് ഈസ് 6 ആണ്. ഇവിടെ നടന്നുള്ള ടോട്ടൽ 4 7 10. സോ ഹിയർ ദ ടോട്ടൽ നമ്പർ ഓഫ് ട്രാൻസിഷൻസ് വാസ്, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് പ്രൊഡ്യൂസ് വാസ് 10. ഇതിനെ അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? നമ്മളുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ട്രാൻസിഷൻസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിനെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ട്രാൻസിഷൻ ആയതുകൊണ്ട് നമുക്കിതിനെ ഒരു ജനറൽ ഇക്വേഷൻ വെച്ച് പറയാം, ഈ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ ഇഫ് ദർ ആർ n നമ്പർ ഓഫ് ഓർബിറ്റ്സ് ഇൻവോൾവ്ഡ്, n നമ്പർ ഓഫ് ഓർബിറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഈസ് ഈക്വൽ ടു n × n-1/2. അതായത് ഇത് എപ്പോഴാണ്? ഗ്രൗണ്ട് സ്റ്റേറ്റ് ട്രാൻസിഷൻ നടക്കുമ്പോഴാണ് n = n × n-1/2, വേർ n റെപ്രസെൻറ്റ്സ് ദ നമ്പർ ഓഫ്, ഈ n എന്ന് പറയുന്നത് വേറെ ആരുമല്ല, ദിസ് n റെപ്രസെൻറ്റ്സ് നമ്പർ ഓഫ് ലൈൻസ് ആണ്. ഈ സ്മോൾ n എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാലോ? ഏറ്റവും ഹയസ്റ്റ് ഓർബിറ്റ് ഏതാണോ, അല്ലെങ്കിൽ ദ ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റ്സ് ഇൻവോൾവ്ഡ്. സോ ദിസ് സ്മോൾ n റെപ്രസെൻറ്റ്സ്, അതും കൂടെ ഞാനൊന്ന് അവിടെ എഴുതിയേക്കാം. ദിസ് സ്മോൾ n റെപ്രസെൻറ്റ്സ് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കിടക്കട്ടെ, നമ്പർ ഓഫ് ഓർബിറ്റ്സ് ഇൻവോൾവ്ഡ് ആണ്. ഇവിടെ ഈ ഒരു ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്ത് നമുക്ക് വളരെ പെട്ടെന്ന് പറയാൻ പറ്റും. നിങ്ങളോട് പറയണം 5ാമത്തെ ഓർബിറ്റിൽ നിന്ന് 1ാമത്തെ ഓർബിറ്റിലേക്ക് ഒരു ഇലക്ട്രോൺ ഡീഎക്സൈറ്റ് ചെയ്യുന്നു. സോ വാട്ട് ക്യാൻ ബി ദ മാക്സിമം നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് പ്രൊഡ്യൂസ് ദെയർ? എത്ര വരും? 5 × 4 / 2, 5 × 5-1/2 അല്ലേ, 5 × 4/2 10. ഈസി ആയിട്ട് കിട്ടും. അല്ലാതെ വരച്ച് നോക്കേണ്ട കാര്യമില്ല. ഇവിടെയാണെങ്കിലോ 4 × 3/2, 4 × 3 12, 12/2 6. ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റിന് മാത്രമാണ് കേട്ടോ, അത് ഓർമ്മിക്കണം. ഇനി ഇതേപോലെ തന്നെ ഒരെണ്ണം കൂടെ നമുക്ക് എടുക്കാം. അതൊരെണ്ണം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ എല്ലാവരും വരുന്നത് ഗ്രൗണ്ടിലേക്കല്ല, സെക്കൻഡ് ഓർബിറ്റിലേക്കാണ് വരുന്നത്. 2 3 4 5 6 വേണമെങ്കിൽ എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ 6 to 2 വരാം, 5 to 2, 4 to 2, 3 to 2. ഇത്രയും വന്നേക്കാം അവിടെ. ഇത് വന്നു. ഇനിയിപ്പോൾ വേറെ പോസിബിൾ ആയിട്ടുള്ള ഏതൊക്കെയാണ്? 6 നിന്ന് 3ലേക്ക് വരാം, 5 നിന്ന് 3ലേക്ക് വരാം, 4 നിന്ന് 3ലേക്ക് വരാം. ഇനി 6 to 4 വരാം, അതുപോലെ തന്നെ 6 to 5 വരാം. ഇത്ര തന്നെയല്ലേ പോസിബിൾ ആയിട്ടുള്ള ഇവിടെ? വേറെ ഏതെങ്കിലും ഉണ്ടോ? 4 to 3, ഇത് ഇവിടുന്ന് 4 എണ്ണം, 3 എണ്ണം, 2 എണ്ണം, ഒരെണ്ണം. 6 to 5, 6 to 5, 6 to 4. ഇവിടെ ഇടയിൽ ചില ആൾക്കാരും കൂടെ ഉണ്ടല്ലോ, നമ്മൾ മറന്നുപോയത്. അതായത് ഇവിടെ ഒരു 3 to 2 നടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു 4 to 2 നടക്കാൻ 4 to 2 നമ്മൾ എഴുതിയില്ലേ? 4 to 2 ഓൾറെഡി നമ്മൾ എഴുതിയതാണ്. ഇതെല്ലാം നമ്മൾ എഴുതിയതാണ്, അത് വേണ്ട. പിന്നെ ഇത് നമ്മൾ എഴുതാൻ വിട്ടുപോയത് ആരൊക്കെയാണ്? 5 to 4 എന്ന് പറയുന്ന ഒരു ട്രാൻസിഷൻ അവിടെ നടക്കാം. അങ്ങനെ ഒരു ട്രാൻസിഷൻ കൂടെ പോസിബിൾ അല്ലേ? 4 7 3 10.
ഇത്ര തന്നെയല്ലേ അവിടെ പോസിബിൾ ആയിട്ടുള്ളൂ. ഇവിടെ നമ്മൾ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ എല്ലാവരും വരുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്കല്ല, എല്ലാവരും വരുന്നത് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്കാണ്. സോ ഇവിടുത്തെ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ എന്ത് എഴുതണം? n ഇൻറ്റു n മൈനസ് 1/2 അല്ല, ഇറ്റ് ഈസ് n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഡിവൈഡഡ് ബൈ 2 ആണ്. n മൈനസ് 1 ഇൻറ്റു n മൈനസ് 1/2. അപ്പോൾ ഇവിടെ നമ്മളുടെ ആൻസർ എത്ര കിട്ടും? 6 മൈനസ് 1. ഹയസ്റ്റ് ഓർബിറ്റ് നമ്പർ ഓഫ് ഓർബിറ്റ് ഇൻവോൾവ് ആയിട്ടുള്ളത് അല്ലേ 6 അല്ലേ. അപ്പോൾ 6 മൈനസ് 1 എന്ന് പറയുമ്പോൾ 5, 6 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 4 ഡിവൈഡഡ് ബൈ 2. ഇവിടെ നമ്പർ ഓഫ് ഓർബിറ്റ്സ് എന്ന് പറയണ്ട മക്കളെ, അതിനേക്കാളും നല്ലത് ഓർഡർ ഓഫ് ഓർബിറ്റ് എന്ന് പറയുന്നതായിരിക്കും കുറേ കൂടെ ബെറ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടെ ഇപ്പോൾ നമുക്ക് കിട്ടി മൊത്തം 10 സ്പെക്ട്രൽ ലൈൻസ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് 6 മൈനസ് 2 ഇൻറ്റു 6 മൈനസ് 2 അല്ല, 6 മൈനസ് 1 ഇൻറ്റു 6 മൈനസ് 2 ഡിവൈഡഡ് ബൈ 2. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇസ് 10. ഇങ്ങനെ ഒരു ഇത് വേറെ ചില ബുക്കുകളിലൊക്കെ അത് n സ്ക്വയർ മൈനസ് 2n എന്നൊക്കെ പറഞ്ഞിട്ടൊരു കോംപ്ലിക്കേറ്റഡ് ഇക്വേഷൻ ഇത്. അതൊന്നും നോക്കണ്ട, എവിടേക്കാണോ വരുന്നത് അതിനെ ബേസ് ചെയ്ത് നമുക്ക് നമ്പർ ഓഫ് ഇക്വേഷൻസ് ഉണ്ടാക്കാം. ഇതിപ്പോൾ തേർഡ് ഓർബിറ്റിലേക്കാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ടോട്ടൽ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇസ് n മൈനസ് 2 ഇൻറ്റു n മൈനസ് 3 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയും. അതാണ് എളുപ്പം, അങ്ങനെ ചെയ്യുന്നതാണ് നമുക്ക് നല്ലത്. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്കാണെങ്കിൽ ഇത് ചിലപ്പോൾ നിങ്ങളുടെ മെറ്റീരിയൽ അല്ലെങ്കിൽ NCERT ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ടാവും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ കൂടെ പറയാം. ഇഫ് ദേ ആർ കമ്മിങ് ബാക്ക് ടു ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇസ് n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസും സ്മോൾ n എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ദ ഓർബിറ്റുമാണ്, അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ഓർബിറ്റ് ഏതാണോ അത്. അപ്പോൾ ഇവിടെ നമ്മൾ 6 മൈനസ് 1, 6 മൈനസ് 2, 5 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 2, 10 ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഈ ഇക്വേഷൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ചോദിക്കാറുണ്ട്, ഇത് റെയറായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ബേസ്ഡ് ഓൺ ബോർസ് തിയറം എങ്ങനെയാണ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിലെ സ്പെക്ട്രം ക്രിയേറ്റ് ചെയ്യുന്നത്, ആ സ്പെക്ട്രൽ ലൈൻസ് എന്താണ്, എക്സൈറ്റേഷൻ ഡി എക്സൈറ്റേഷൻ ഒക്കെ കണ്ടു. അപ്പോൾ നീൽസ് ബോറിൻ്റെ തിയറത്തിൽ ഒരു സെക്കൻഡ് പോസ്റ്റുലേറ്റ് ഉണ്ടായിരുന്നു, ആൻഡ് ദാറ്റ് വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. അതായത് ആംഗുലർ മൊമെൻറ്റം കംസ് ആസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ പോസ്റ്റുലേറ്റിലേക്ക് നമ്മൾ ഒന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ യു ഹാവ് ആംഗുലർ മൊമെൻറ്റം MVR. Angular momentum MVR is an integral multiple of h/2π എന്ന് പറയുന്നതാണ് സെക്കൻഡ് പോസ്റ്റുലേറ്റ്. അപ്പോൾ ഈ പോസ്റ്റുലേറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ നീൽസ് ബോർ ഇലക്ട്രോണിനെ ഒരു പാർട്ടിക്കിളായിട്ടേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ ഇലക്ട്രോണിന് തന്നെ വേവ് നേച്ചർ ഉണ്ട് എന്ന് പിന്നീട് ഷ്രോഡിംഗറിൻ്റെയും അതുപോലെ തന്നെ ലൂയിസ് വിക്ടർ ഡിബ്രോയുടെയൊക്കെ എക്സ്പെരിമെൻറ്റ്സിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ തിയറംസിൽ നിന്ന് പിന്നീട് പ്രൂവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നീൽസ് ബോറിൻ്റെ ഈ ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതായത് ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡിബ്രോയ് അദ്ദേഹത്തിൻ്റെ ഡ്യുവൽ നേച്ചറിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. അതായത് ഡിബ്രോയുടെ തിയറം അനുസരിച്ച് എന്താണ്? ഇലക്ട്രോൺ ഇസ് എ വേവ്. ആറ്റത്തിന് ചുറ്റും കാണപ്പെടുന്ന എനർജി ക്യാരി ചെയ്യുന്ന ഒരു വേവാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഡീബ്രോളി തിയറം അനുസരിച്ച് അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിനെ, അതായത് സെക്കൻഡ് പോസ്റ്റുലേറ്റ്സിനെ ഡീബ്രോളി എങ്ങനെ ഡെവലപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ഗീവ് എ പോസ്റ്റുലേറ്റ് ആസ് ദ ഇലക്ട്രോൺ ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ സ്റ്റാൻഡിങ് വേവ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ചുറ്റും പല ഓർബിറ്റുകളിലായി കാണുന്ന, അല്ലാതെ നീൽസ് ബോർ പറഞ്ഞ പോലെ ഓരോ പാർട്ടിക്കിളായിട്ട് ഇങ്ങനെ സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്ന പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്കിളായിട്ടല്ല, ന്യൂക്ലിയസ് എന്ന് പറയുന്ന പോസിറ്റീവ്ലി ചാർജ്ഡ് സെൻറ്ററിന് ചുറ്റുമായിട്ട് കാണപ്പെടുന്ന ഒരു സ്റ്റാൻഡിങ് വേവായിട്ട്. സ്റ്റാൻഡിങ് വേവ് എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് ഇയർ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചത് ഓർമ്മയുണ്ടാവും. മറ്റേ സ്ട്രിങ്ങിലൊക്കെ സ്റ്റാൻഡിങ് വേവ് ക്രിയേറ്റ് ചെയ്യുന്നത്, സോണോമീറ്റർ, റെസൊണൻസ് കോളം കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കും. അതിൽ ഓർമ്മയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്കിവിടെ അതൊന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ സ്റ്റാൻഡിങ് വേവ് എന്ന് പറയുന്നത് ആ ഒരു കൺസെപ്റ്റ് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഡീബ്രോളിയുടെ തിയറം അനുസരിച്ച് ദർ ഈസ് എ ന്യൂക്ലിയസ്. ഇവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് ഒരു സർക്കുലർ ഓർബിറ്റ് ഉണ്ട്. ആ സർക്കുലർ ഓർബിറ്റിൽ കാണപ്പെടുന്ന ഒരു സ്റ്റാൻഡിങ് വേവാണ് നമ്മളുടെ ഇലക്ട്രോൺ, അല്ലാതെ പാർട്ടിക്കിൾ അല്ല എന്നാണ് പറയുന്നത്. വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോൺസ് ആണ് നമ്മൾ പറയുന്നത്. ഞാൻ വരച്ചു കഴിഞ്ഞാൽ എന്തായാലും വലിയ വൃത്തിയൊന്നും ആവില്ല, അത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഇതൊരു ഒരു ഡയറക്ഷനിൽ പോകുന്ന വേവാണ്. സ്റ്റാൻഡിങ് വേവ് ആണെങ്കിൽ രണ്ട് ഡയറക്ഷനിലും വേവുകൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡിങ് വേവ് ഇതാ ഏതാണ്ട് ഇതുപോലെ വരും. ഇതിപ്പോൾ ആകെ കുളയും തോന്നുന്നുണ്ട് മക്കളെ. നിങ്ങളത് ടെക്സ്റ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ള സ്റ്റാൻഡിങ് വേവ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കാണുന്ന ഒരു
സ്റ്റാൻഡിങ് വേവ് ആണ് നമ്മളുടെ ഇലക്ട്രോൺ, അല്ലാതെ അതൊരു പാർട്ടിക്കിൾ അല്ല എന്ന് പറഞ്ഞു. ഇനി ഈ സ്റ്റാൻഡിങ് വേവിൽ അതായത് ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ കാണുന്ന ഇത് നമ്മുടെ ന്യൂക്ലിയസ് ആണ്. തൽക്കാലം ഇങ്ങനെ കിടക്കട്ടെ. ന്യൂക്ലിയസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ മതിയല്ലോ. ന്യൂക്ലിയസ് ആണ്. ഈ ഇലക്ട്രോൺ എന്ന് പറയുന്ന സ്റ്റാൻഡിങ് വേവ് ന്യൂക്ലിയസ് എന്നുള്ള എഫക്റ്റീവ് ഡിസ്റ്റൻസിനെയാണ് പുള്ളി എന്ത് വിളിച്ചത്? ഓർബിറ്റൽ റേഡിയസ് എന്ന് വിളിച്ചത്. അല്ലാതെ പാർട്ടിക്കിൾ ആണെങ്കിലല്ലേ നമുക്ക് റേഡിയസ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയേണ്ട കാര്യമുള്ളൂ. ഇവിടെ നമ്മൾ പാർട്ടിക്കിൾ അല്ല, ഇലക്ട്രോൺ ഒരു സ്റ്റാൻഡിങ് വേവ് ആണ്. ഇതാണ് റേഡിയസ് ഓഫ് ഇലക്ട്രോൺ ആയിട്ട് കൺസിഡർ ചെയ്തത്. അപ്പോൾ റേഡിയസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിൻ്റെ പെരിമീറ്റർ നമുക്ക് എത്രയായിട്ട് എഴുതാം? ദ പെരിമീറ്റർ ഓഫ് ഇലക്ട്രോൺ ഈസ് നത്തിങ് ബട്ട് 2πr. ഇതിപ്പോൾ എത്രാമത്തെ ഓർബിറ്റ് ആണെന്ന് അറിയില്ല. nth ഓർബിറ്റ് ആണെങ്കിൽ നമുക്ക് 2πrn, ഫസ്റ്റ് ഓർബിറ്റ് ആണെങ്കിൽ 2πr1, r2, r3 അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ആൻഡ് അക്കോർഡിംഗ് ടു ഡി ബ്രോഗ്ലി, കാര്യം നമ്മൾ ഈ ഡി ബ്രോഗ്ലി എന്നൊക്കെ പറയുന്നത് വെച്ചാലും അതിൻ്റെ ആക്ച്വൽ ഫ്രഞ്ച് പ്രൊനൗൺസിയേഷൻ വരുന്നത് ഡി ബ്രോയ് എന്നാണ്. ലൂയിസ് വിക്ടർ ഡി ബ്രോയ് എന്നാണ്. പിന്നെ നമ്മൾ പറയുന്ന ഒരു ഇംഗ്ലീഷും ആക്ച്വൽ ഇംഗ്ലീഷും തമ്മിൽ കുറേ വ്യത്യാസങ്ങളുണ്ടല്ലോ. അപ്പോൾ 2πr എന്ന് പറയുന്ന ദ പെരിമീറ്റർ ഓഫ് ഇലക്ട്രോൺ വേവ് ഈസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ദ വേവ് ലെങ്ത് ഓഫ് ദ സ്റ്റാൻഡിങ് വേവ്. അപ്പോൾ ഈ വേവിൻ്റെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ, രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് വേവ് ലെങ്ത്. സോ അക്കോർഡിംഗ് ടു ദ ഡി ബ്രോഗ്ലിസ് പോസ്റ്റുലേറ്റ്സ്, the perimeter of electron wave is an integral multiple of the wavelength of the standing wave. ഇതാണ്. ഇതിനെയും ഈ പറയുന്ന നീൽസ് ബോറിൻ്റെ ക്വാണ്ടൈസേഷൻ കണ്ടീഷനെയും കൂടെ അങ്ങ് കമ്പൈൻ ചെയ്യാണ് ചെയ്തത്. അതായത് n lambda is equal to 2πr ആണ്. n lambda is equal to 2πr. അപ്പോൾ n lambda equal to 2πr ആണെങ്കിൽ നമുക്ക് ഈ ആറിന് പകരം എന്ത് എഴുതിയാൽ മതി? അപ്പോൾ ഇത് രണ്ടും കറക്റ്റ് ആണോ എന്നുള്ള ചെക്ക് ചെയ്യാനുള്ളൊരു വഴിയാണ്. അപ്പോൾ r can be written as ആറിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ദിസ് r can be substituted as n lambda divided by 2π അല്ലേ? n lambda divided by 2π എന്ന് വരും. അത് നമുക്ക് നേരെ എവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ mv ഇൻറ്റു n lambda divided by എത്ര വരുന്നത്? 2π അല്ലേ വരുന്നത്, ഈക്വൽ ടു nh divided by 2π എന്ന് വരും. അപ്പോൾ നമുക്ക് അവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാലോ. 2π can be cancelled, n can be cancelled. So what is remaining behind? mv lambda is equal to h അല്ലേ വരുന്നത്. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. ദാറ്റ് ഈസ് എന്താണ് മക്കളെ? ലാംഡ is equal to h divided by mv, which is called as the equation for the de Broglie wavelength of a matter wave. സോ ഡി ബ്രോഗ്ലിയുടെ തിയറം എന്ന് പറയുന്നത് കറക്റ്റാണ്. അതായത് ഇലക്ട്രോണിനെ ഒരു വേവ് ആയിട്ട് കൺസിഡർ ചെയ്താലും നമുക്ക് ഫൈനലി എന്തിലേക്ക് വരാം? ആ ഇലക്ട്രോണിൻ്റെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് അല്ലെങ്കിൽ മാറ്റർ വേവിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലേക്ക് വരാം. സോ ആ ബോറിൻ്റെ സെക്കൻഡ് പോസ്റ്റുലേറ്റിനെ അത് അത്രയും നാൾ വിചാരിച്ചിരുന്നത് ബോറിൻ്റെ സെക്കൻഡ് പോസ്റ്റുലേറ്റ് പാർട്ടിക്കിളിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്നാണ്. പക്ഷേ ആ പാർട്ടിക്കിളിന് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിച്ചിരുന്ന ആ ഇക്വേഷനെ അല്ലെങ്കിൽ ഈ ക്വാണ്ടൈസേഷൻ കണ്ടീഷനെ ഒരു വേവ് ഇലക്ട്രോണിനെ ഒരു സ്റ്റാൻഡിങ് വേവ് ആയിട്ട് കൺസിഡർ ചെയ്ത് ആ സ്റ്റാൻഡിങ് വേവിൻ്റെ പെരിമീറ്റർ കണ്ടീഷനും കൂടെ കമ്പൈൻ ചെയ്യുകയാണ് ചെയ്തത്. ഈ രണ്ട് ഇക്വേഷനെയാണ് ഡി ബ്രോഗ്ലി കമ്പൈൻ ചെയ്തുകൊണ്ട് തിരിച്ചെന്തിലേക്ക് വരുന്നത്? ഡി ബ്രോഗ്ലിയുടെ മാറ്റർ വേവിൻ്റെ ഇക്വേഷനിലേക്ക് വരുന്നത്. ശരിക്കും ആക്ച്വലി നമ്മൾ ഡി ബ്രോഗ്ലിയുടെ മാറ്റർ വേവിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ദാറ്റ് ഈസ് the energy of an electromagnetic wave is equal to mc square if you are considering it as a particle, and it is hc divided by lambda if you are considering it as a wave. അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ c ക്യാൻസൽ ചെയ്ത് പോയിട്ട് ലാംഡ ഈക്വൽ ടു h ബൈ mc അല്ലെങ്കിൽ ലാംഡ ഈക്വൽ ടു h ഡിവൈഡഡ് ബൈ p എന്ന് പറയുന്ന റിലേഷനിലേക്ക് വരുന്നത്. ഓക്കെ, ഇവിടെ അതേ കാര്യം തന്നെയാണ്. അപ്പോൾ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാട്ട് ഈസ് മീൻ ബൈ ആൻ ഇലക്ട്രോൺ എന്ന് ചോദിച്ചാൽ വിൽ ബി സെയിങ് ദാറ്റ് ഇലക്ട്രോൺ ഇസ് എ പാർട്ടിക്കിൾ വിച്ച് വാസ് ഡിസ്കവേർഡ് ബൈ ജെ തോംസൺ എന്ന് പറയും, വിച്ച് ഈസ് ഹാവിങ് നെഗറ്റീവ് ചാർജ്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ഇലക്ട്രോൺ ഇസ് എ വേവ് എന്ന് പറഞ്ഞു. വേവ് ലെങ്ത്തുള്ള ഫ്രീക്വൻസി ഉള്ള ഒരു വേവാണ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞു. ഇനി ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്? ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വേവ് ആസ് വെൽ ആസ് എ പാർട്ടിക്കിൾ. വേവുമാണ് പാർട്ടിക്കിളുമാണ്. ഇനി നിങ്ങളാരെങ്കിലുമൊക്കെ ഒരു ഹയർ ലെവൽ ഓഫ് സ്റ്റഡീസിൽ ഫിസിക്സ് ഓപ്ഷൻസ് ആയിട്ട് എടുത്ത് നിങ്ങൾ ഫിസിക്സിൽ ഹയർ സ്റ്റഡീസിന് പോവുകയാണെങ്കിൽ ഇൻ ക്വാണ്ടം മെക്കാനിക്സ് യു വിൽ ബി സ്റ്റഡിങ് ലൈക്ക് ഇലക്ട്രോൺ ഇസ് നെയ്തർ എ പാർട്ടിക്കിൾ നോർ എ വേവ്, ഇറ്റ് ഈസ് ജസ്റ്റ് എ പൊസിഷൻ ഇൻ ഹിൽബർട്ട് സ്പേസ്. അത് കൂടുതൽ ഹിൽബർട്ട് സ്പേസിൻ്റെ കാര്യങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ഇലക്ട്രോൺ എന്ന് പറയുന്നത് പാർട്ടിക്കിളും അല്ല വേവും അല്ല. അതുകൊണ്ട് വിൽഹം പോളി പഠിച്ചിട്ടുണ്ടാവില്ല, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അതിൽ പോളി ഒരു വട്ടം പുള്ളിയുടെ ഡിസ്കവറീസ് ഒക്കെ നോട്ട് ചെയ്ത് വയ്ക്കുന്ന ആ ഒരു നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അയാളുടെ ഒരു കോട്ടാണ്, ഐ ഹാവ് ഡിസ്കവേർഡ് എ വെരി ബാഡ് തിങ് ദാറ്റ് ഐ ഹാവ് ഡിസ്കവേർഡ് എ പാർട്ടിക്കിൾ വിച്ച് കനോട്ട് ബി ഡിറ്റക്റ്റഡ് അറ്റ് ഓൾ. അതായത് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിളാണെന്ന് അറിയാം, പക്ഷേ ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത പാർട്ടിക്കിളാണ്. അല്ലെങ്കിൽ അത് പാർട്ടിക്കിളാണോ വേവ് ആണോ എന്നുള്ള കാര്യം ഇന്ന് നമുക്ക് തീരുമാനമായിട്ടില്ല. അല്ലെങ്കിൽ അതിനെ പാർട്ടിക്കിളായിട്ടും കൺസിഡർ ചെയ്യാം, വേവായിട്ടും കൺസിഡർ ചെയ്യാം.
തിരിച്ച് അതുപോലെ തന്നെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് പാർട്ടിക്കിളും അല്ല വേവും അല്ല. കാര്യം നമ്മൾ ഹയർ ലെവൽ ഓഫ് ക്വാണ്ടം മെക്കാനിക്സിലേക്ക് പോവുകയാണെങ്കിൽ ഇതുപോലെ വളരെ നമ്മളുടെ സാമാന്യ ബുദ്ധിക്ക് തികച്ചും കോൺട്രഡിക്ടറി ആയിട്ടുള്ള കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് കാണേണ്ടി വരും. പക്ഷേ ഇപ്പോൾ നമുക്ക് അതിലേക്കൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിപ്പോൾ നമ്മളുടെ ലെവൽ എന്താണോ ആ ലെവലിലുള്ള കാര്യങ്ങൾ പഠിക്കുക. ഇഫ് എനി വൺ ഓഫ് യു ആർ ഗോയിങ് ഫോർ ഹയർ സ്റ്റഡീസ് ഇൻ ഫിസിക്സ് യു വിൽ ബി ഫെമിലിയർ വിത്ത് ഓൾ ദോ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ അതങ്ങനെ. ഇനിയിപ്പോൾ നമുക്ക് അവിടെ പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീൽസ് ബോറിൻ്റെ തിയറം നമ്മൾ കണ്ടു, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് കണ്ടു. ഇനി ആ നീൽസ് ബോറിൻ്റെ തിയറത്തിൽ എന്തെങ്കിലുമൊക്കെ ഡെഫിഷ്യൻസീസ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. പക്ഷേ ആ തിയറം എന്ന് പറയുന്നത് ഡെഫിഷ്യൻസീസ് പലതും ഉണ്ടെന്ന് അറിയാമെങ്കിലും സ്റ്റിൽ ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് വേഴ്സറ്റൈൽ തിയറം ഓഫ് ആറ്റമിക് സ്ട്രക്ചർ. പല പ്രശ്നങ്ങളുണ്ട്, അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. പക്ഷേ ഒരു പരിധി വരെ നീൽസ് ബോറിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ടാണ് നമ്മൾ ആറ്റമിക് സ്ട്രക്ചറിനെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കുറേയൊക്കെ നമ്മളത് ക്വാണ്ടം ലെവലിലേക്ക് പോകുമ്പോഴാണ് അതിന് പല പ്രശ്നങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഡിഫക്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ മെയിൻ അഡ്വാൻറ്റേജുകൾ നമ്മൾ കണ്ടു. ഇലക്ട്രോണിൻ്റെ എനർജി ക്വാണ്ടൈസ് ചെയ്തു, ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടൈസ് ചെയ്തു, ഇലക്ട്രോണിന് റിവോൾവ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞു. ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സാണ് റെവല്യൂഷൻ പോസിബിൾ ആക്കുന്നത്. സോ ദർ ഈസ് നോ കൊളാപ്സ് ഓഫ് ആറ്റം ആൻഡ് ദർ ഈസ് ദ റീസൺ ഫോർ ദ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. ഇതെല്ലാം നീൽസ് ബോറിൻ്റെ തിയറം വഴിയാണ് നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ അതിലേക്ക് ചെറിയ ചെറിയ ഡെഫിഷ്യൻസീസ് ഉണ്ട്, എന്നാൽ അത് ചെറുതല്ല. യു വിൽ സി. ഒന്നാമത്തെ കാര്യം നീൽസ് ബോറിൻ്റെ പറയുന്ന അനുസരിച്ച്, അപ്പോൾ നീൽസ് ബോർ സ്ട്രക്ചർ അനുസരിച്ച് എന്തായിരുന്നു മക്കളെ, ഒരു ന്യൂക്ലിയസിന് ചുറ്റും സർക്കുലർ ഓർബിറ്റിൽ കറങ്ങുന്ന ഒരു ഇലക്ട്രോൺ, പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ്, ഇലക്ട്രോൺ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ പറയുന്നു ഇതാണ് ഇലക്ട്രോൺ. നീൽസ് ബോറിൻ്റെ തിയറി അനുസരിച്ച് ഇതാണ് ഇലക്ട്രോൺ. അപ്പോൾ ഇലക്ട്രോൺ ഇവിടെ ഇരിക്കുകയാണ്. ഇത് ഒരു ബോളാണ് അല്ലെങ്കിൽ എർത്താണോ മൂണാണ് പോസിബിളാണ്. ബട്ട് ഫോർ ആൻ ഇലക്ട്രോൺ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇലക്ട്രോൺ പോലെ ഒരു സബാറ്റോമിക് പാർട്ടിക്കിളിനെ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതാണ് എന്ന് കൃത്യമായി ആ ഇലക്ട്രോണിൻ്റെ പൊസിഷനോ ആ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റിയോ സൈമിൾട്ടേനിയസ് ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ആൻഡ് ദാറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ ആൻ അസിസ്റ്റൻറ്റ് ഓഫ് നീൽസ് ബോർ. അത് ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഈ വാസ് വെർണർ ഹൈസൻബർഗ് അങ്ങേരുടെ 23ാമത്തെ വയസ്സിലാണ് ഈ പറഞ്ഞ സംഭവം കണ്ടുപിടിക്കുന്നത്. ശരിക്കും ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അതൊരു തിയറൊന്നുമല്ല. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് ലിമിറ്റേഷൻ ഫോർ ദ ഹ്യൂമൻ മെഷർമെൻറ്റ്. നമുക്ക് ഈ പറഞ്ഞ ഇലക്ട്രോണിൻ്റെ പൊസിഷനോ വെലോസിറ്റിയോ കണ്ടുപിടിക്കാൻ പറ്റാതെ നമ്മുടെ കണ്ണിൻ്റെ പ്രശ്നമാണ്. അത് നമുക്ക് കൃത്യമായി കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ സൈമിൾട്ടേനിയസ്ലി ദ പൊസിഷൻ ആൻഡ് വെലോസിറ്റി ഓഫ് സബാറ്റോമിക് പാർട്ടിക്കിൾസ് വിത്ത് അബ്സല്യൂട്ട് അക്യൂറസി. അവിടെ എറർ വരാം. എങ്ങനെയാണ് എറർ വരാവുന്ന എറർ എത്രയാണ്? ദർ ക്യാൻ ബി എറർ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h by 4π. ഈ ഹൈസൻബർഗ് മരിച്ചപ്പോൾ അങ്ങേരുടെ കല്ലറയുടെ മുകളിൽ എഴുതി വെച്ചിരുന്നത് അങ്ങനെയാണ്, ഹീ ലൈസ് സംവെയർ ഹിയർ. പുള്ളി ഇവിടെ എവിടെയോ കിടക്കണമെന്നാണ്. കാരണം ഒന്നും സെർട്ടൺ അല്ല. ഇത് ഞാനായിട്ട് പറയുന്നതല്ല, ഞാൻ ഇതിൽ അയാളുടെ ഒരു ബയോഗ്രഫിയിൽ വായിച്ചതാണ്. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഹീ ലൈസ് സംവെയർ ഹിയർ. അപ്പോൾ അങ്ങനെ ഒന്നാമത്തെ പ്രശ്നം നമ്മൾ എന്താണെന്ന് കണ്ടുപിടിച്ചു. കൃത്യമായി നമുക്ക് ഒരിക്കലും നീൽസ് ബോറിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് പറയുന്നത് പോലെ കൃത്യമായി ഇവിടെയാണ് ഇലക്ട്രോൺ, ഇതാണ് ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് സബാറ്റോമിക് പാർട്ടിക്കിളാണ്. നിങ്ങൾ പൊസിഷൻ കണ്ടുപിടിച്ചാൽ വെലോസിറ്റിയിൽ എറർ വരും, വെലോസിറ്റി കണ്ടുപിടിച്ചാൽ പൊസിഷനിൽ എറർ വരും. എന്തുകൊണ്ടെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നിങ്ങൾക്കിപ്പോൾ ഇലക്ട്രോണിനെ കാണാൻ പറ്റില്ല, നമുക്ക് ഡിറ്റക്ട് ചെയ്യാനേ പറ്റുള്ളൂ. സോ ടു ഡിറ്റക്ട് യു ഹാവ് ടു പ്ലേസ് എ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു എക്സ്റേ ഫിലിം വേണം. അതിലേക്ക് നിങ്ങൾ എന്ത് കൊടുക്കുന്നു? എനർജി കൊടുത്തു. ഈ പറയുന്ന ഇലക്ട്രോണിന് എക്സ്റേ എനർജി കൊടുത്തു. അപ്പോൾ എക്സ്റേ എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഉള്ള സ്ഥലത്ത് ആ എക്സ്റേ എനർജി അബ്സോർബ്ഡ് ആകും. അപ്പോൾ ആ ഭാഗം മാത്രം ഒരു വൈറ്റ് സ്പോട്ടായിട്ട് നിങ്ങൾക്ക് എവിടെ കാണാം? ആ എക്സ്റേ ഷീറ്റിൽ കാണാം. അപ്പോൾ ഇലക്ട്രോൺ എനർജി അബ്സോർബ് ചെയ്തില്ലേ? എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് വേർ ദ ഇലക്ട്രോൺ ഈസ് എന്ന് കൃത്യമായിട്ട് പൊസിഷൻ ചെയ്യാം. പക്ഷേ പൊസിഷൻ ചെയ്തപ്പോൾ എന്തായാലും അവിടെ വെലോസിറ്റിയിൽ വ്യത്യാസം വന്നിട്ടില്ല. ബിക്കോസ് ഇലക്ട്രോൺ വാസ് അബ്സോർബിങ് ദ എനർജി ഫ്രം എക്സ്റേ. സോ എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ആ അബ്സോർബ് ചെയ്ത എനർജിക്ക് അനുസരിച്ച് ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി കൂടിയിട്ടുണ്ടാവും. സോ പൊസിഷൻ നിങ്ങൾ കൃത്യമായിട്ട് കണ്ടുപിടിച്ചു. അവിടെ എന്തിൽ ചേഞ്ച് വന്നു? വെലോസിറ്റിയിൽ ചേഞ്ച് വന്നു. ഇനി നിങ്ങൾക്ക് വെലോസിറ്റിയിൽ കണ്ടുപിടിക്കണം, കൃത്യമായ വെലോസിറ്റി കണ്ടുപിടിക്കണം. അപ്പോഴും എന്ത് ചെയ്യണം? എക്സ്റേ കൊടുക്കണം. എക്സ്റേ എനർജി, എക്സ്റേ ഗാമാറോ ഏതായാലും കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ എന്ത് കൊടുക്കുന്നു? എക്സ്റേ എനർജി കൊടുത്തു. അപ്പോൾ ഇലക്ട്രോൺ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ട്രാവൽ ചെയ്തു. സോ ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഇലക്ട്രോൺ ഡിവൈഡ് ബൈ ടൈം ഇസ് ഈക്വൽ ടു വെലോസിറ്റി. അവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് വെലോസിറ്റി കിട്ടി. ബട്ട് യു ആർ അണേബിൾ ടു ഡിറ്റർമിൻ ദ പൊസിഷൻ. ബിക്കോസ് വെലോസിറ്റി കണ്ടുപിടിക്കുമ്പോൾ എന്തായാലും എന്തിൽ ചേഞ്ച് വരണം? പൊസിഷനിൽ ചേഞ്ച് വരണം. അല്ലെങ്കിൽ പിന്നെ വെലോസിറ്റി ഇല്ല എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ അതൊരു നമ്മളുടെ ഒരു ലിമിറ്റേഷനാണ്, ഹ്യൂമൻ മെഷർമെൻറ്റിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്, ഇലക്ട്രോൺ ഇവിടെയാണ് ഇരിക്കുന്നതെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ന്യൂക്ലിയസിന് ചുറ്റും
ഇലക്ട്രോൺ എവിടെയെങ്കിലും ഇരിക്കാൻ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണെന്നേ പറയാൻ പറ്റുള്ളൂ. സോ നീൽസ് ബോറിന്റെ തിയറത്തിൽ വന്ന ഫസ്റ്റ് ഡ്രോബാക്ക് ഇതായിരുന്നു, കൃത്യമായ പൊസിഷനിങ് പോസിബിൾ അല്ല. നമുക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ, ദർ ക്യാൻ ബി എ റീജിയൻ വേർ ദർ ഈസ് മാക്സിമം പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ ആൻഡ് ദാറ്റ് റീജിയൻ ഇസ് കോൾഡ് ആസ് ഓർബിറ്റൽ. ഓർബിറ്റൽ കൺസെപ്റ്റിലേക്ക് നമ്മൾ വരുന്നത് അവിടെ വെച്ചിട്ടാണ്. അല്ലാതെ കൃത്യമായിട്ട് ഇവിടെ എന്ന് പറയാൻ പറ്റില്ല. ഇതിനും ഇടയിൽ എവിടെയോ കാണാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ നീൽസ് ബോറിൻ്റെ തിയറത്തിൽ വന്ന ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നീൽസ് ബോറിൻ്റെ തിയറം അനുസരിച്ച് സർക്കുലർ ഓർബിറ്റ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. പക്ഷേ ആക്ച്വൽ കേസുകളിൽ സർക്കുലർ ഓർബിറ്റും പോസിബിൾ ആണ്, പിന്നെ എന്തും പോസിബിൾ ആണ്, എലിപ്റ്റിക്കൽ ഓർബിറ്റും പോസിബിൾ ആണ്. സോ എലിപ്റ്റിക്കൽ ഓർബിറ്റ് പോസിബിൾ ആയിട്ട് കൂടി നീൽസ് ബോറിന് എന്തിൻ്റെ എക്സിസ്റ്റൻസ് മാത്രമേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, സർക്കുലർ ഓർബിറ്റിൻ്റെ എക്സിസ്റ്റൻസ് മാത്രമേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ, അപ്പോൾ ഒന്നാമത്തെ എന്ന് പറയുന്നത് കൃത്യമായ പൊസിഷനിങ് പോസിബിൾ അല്ല. രണ്ടാമത്തെ എലിപ്റ്റിക്കൽ ഓർബിറ്റിൻ്റെ എക്സിസ്റ്റൻസ് നീൽസ് ബോറിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് എലിപ്റ്റിക്കൽ ഓർബിറ്റ് എന്ന് പറയാൻ പറ്റിയില്ല. അപ്പോൾ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ അതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീൽസ് ബോർസ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കണ്ടല്ലോ, ഈ സ്പെക്ട്രൽ ലൈൻസും കാര്യങ്ങളൊക്കെ. ദിസ് ക്യാൻ ബി അപ്ലൈ ടു ഓൺലി സിംഗിൾ ഇലക്ട്രോൺ ആറ്റംസ്. മൾട്ടി ഇലക്ട്രോൺ ആറ്റത്തിലേക്ക് നമ്മൾ അതിനെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ ബി മച്ച് ഡിഫറൻസ് ഫ്രം ദ ആക്ച്വൽ വാല്യൂ ആൻഡ് ദ കാൽക്കുലേറ്റഡ് വാല്യൂ. അപ്പോൾ നമുക്ക് ഈ നീൽസ് ബോറിൻ്റെ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതായത് സിംഗിൾ ഇലക്ട്രോൺ സിസ്റ്റത്തിൽ മാത്രമേ നീൽസ് ബോറിൻ്റെ അറ്റോമിക് സ്ട്രക്ചർ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മൾട്ടി ഇലക്ട്രോൺസ് ആകുന്ന സമയത്ത്, കാരണം വേറെ ഒന്നുമല്ല, അവിടെ സിംഗിൾ ഇലക്ട്രോൺ ആണെങ്കിൽ ഒരു പോസിറ്റീവ് ചാർജും അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ചാർജും ന്യൂക്ലിയസും തമ്മിലുള്ള ഫോഴ്സ് മാത്രമേ, അല്ലെങ്കിൽ എനർജീസും പൊട്ടൻഷ്യൽ എനർജീസ് മാത്രമേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുള്ളൂ. സപ്പോസ് നിങ്ങൾ എടുക്കുന്ന ഒരു ഓക്സിജൻ ആറ്റമാണ്, അവിടെ 8 പ്രോട്ടോൺസ് ഉണ്ട്, 8 ഇലക്ട്രോൺസ് ഉണ്ട്. 8 പ്രോട്ടോൺസും 8 ഇലക്ട്രോണും തമ്മിലുള്ള ടോട്ടൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ കൺസിഡർ ചെയ്ത് വരുമ്പോൾ നമുക്ക് അവസാനം കിട്ടുന്ന, നമ്മൾ റെഡ്ബർഗ് ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന എനർജിയും ആക്ച്വൽ എനർജിയും തമ്മിൽ വളരെ വ്യത്യാസം ഉണ്ടാവും. ബിക്കോസ് ദർ ആർ 8 ഇലക്ട്രോൺസ് ആൻഡ് 8 പ്രോട്ടോൺസ്. സോ നമുക്ക് അവിടെ ന്യൂമറസ് നമ്പർ ഓഫ് എനർജീസ് അല്ലെങ്കിൽ ന്യൂമറസ് നമ്പർ ഓഫ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് വിൽ ബി ദർ. കാരണം 8 ആൾക്കാരുണ്ടല്ലോ, ഈ ഒരാൾക്ക് ഒരു പ്രോട്ടോണിന് മറ്റ് 7 പ്രോട്ടോണിൽ നിന്നും മറ്റ് 8 ഇലക്ട്രോണിൽ നിന്നും ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻസ് വരുന്നുണ്ട്. അതെല്ലാം കൂടെ കൺസിഡർ ചെയ്ത് വരുമ്പോൾ ആക്ച്വൽ വാല്യൂവിനും നമ്മൾ നീൽസ് ബോറിൻ്റെ തിയറം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂവിനും തമ്മിൽ ഭയങ്കര വ്യത്യാസം വരും. അപ്പോൾ മൂന്നാമത്തെ കാര്യമാണ് എന്ത്, ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഓൺലി ഫോർ സിംഗിൾ ഇലക്ട്രോൺ ആറ്റംസ്. സിംഗിൾ ഇലക്ട്രോൺ ആറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നിലധികം ആൾക്കാരുണ്ട്. ഒന്നാമത്തെ ആരാണ്, ഹൈഡ്രജൻ അപ്ലൈ ചെയ്യാം. ഹൈഡ്രജൻ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ആയിട്ടുള്ള ഡ്യൂട്ടീരിയം, ട്രീഷ്യം, പ്രോട്ടിയം 3 ഐസോട്ടോപ്പുകൾക്കും അപ്ലൈ ചെയ്യാം. രണ്ടാമത്തെ എന്ന് പറയുന്ന ആരാണ്, ഹീലിയം 2+ അപ്ലൈ ചെയ്യാം. ഹീലിയം 2+ അല്ല, സിംഗിൾ ഇലക്ട്രോൺ അല്ലേ, ഹീലിയത്തിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഹീലിയം പ്ലസിന് അപ്ലൈ ചെയ്യാം. 1 ഇലക്ട്രോൺ പോയി 1 ഇലക്ട്രോൺ ബാക്കിയുണ്ട്. ഇതും ഒരു സിംഗിൾ ഇലക്ട്രോൺ സിസ്റ്റമാണ്. പക്ഷേ ഹീലിയം ആറ്റത്തിന് പറ്റില്ല, ഹീലിയം പ്ലസ് അയോണിന് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഹൈഡ്രജൻ, ഹീലിയം, പിന്നെ വരുന്ന ആരാ, ലിത്തിയത്തിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ബട്ട് യു ക്യാൻ അപ്ലൈ ഫോർ ലിത്തിയം 2+ അയോൺ. കാരണം ലിത്തിയം 2+ൽ 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ബാക്കി 1 ഇലക്ട്രോണേ ബാക്കിയുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ ബെറീലിയം 3+ന് അപ്ലൈ ചെയ്യാം. പക്ഷേ ഇത് രണ്ടും മേ ബി പോസിബിൾ ആയിരിക്കാം. പക്ഷേ ലിത്തിയം 2+ എന്ന് പറയുന്നത് ലിത്തിയം ആൽക്കലി മെറ്റലാണ്. അതിൽ 2+ എന്ന് പറയുന്ന മറ്റേ അയനൈസേഷൻ സ്റ്റേറ്റ് ഒരിക്കലും വരില്ല. അതുപോലെ തന്നെ ഇത് ബെറിലിയം എന്ന് പറഞ്ഞാൽ 4ാമത്തെയാണ്. ബെറിലിയം 4 എന്ന് പറയുമ്പോൾ 1s2 2s2 അത് രണ്ടും ഫിൽഡ് അല്ലേ. എസ് ഓർബിറ്റിലും ഫിൽഡാണ്, 2 എസ് ഓർബിറ്റിലും ഫിൽഡാണ്. അതിൽ നിന്നൊക്കെ ഇലക്ട്രോണെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഇറ്റ് ഈസ് വെരി വെരി ഡിഫിക്കൽട്ട്. സോ ഈ 2 മാത്രമേ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളൂ. അതിൽ തന്നെ ഹീലിയം കൂടുതൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ആൽഫ പാർട്ടിക്കിളായിട്ട് He2+ ആയിട്ട് നിൽക്കുമ്പോഴാണ്. സോ ഇങ്ങനെ വളരെ ചെറിയൊരു നമ്പർ ഓഫ് സിസ്റ്റങ്ങൾക്ക് മാത്രമേ നീൽസ് ബോറിൻ്റെ ഈ പറഞ്ഞ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് മറ്റൊരു ഡ്രോബാക്ക് ആയിട്ട് വന്നത്. പിന്നെ നീൽസ് ബോറിന് വന്നിട്ടുള്ള ഒരു ഡ്രോബാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമാണ്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ സ്റ്റാർക്ക് എഫക്റ്റ് ആൻഡ് സീമാൻ എഫക്റ്റ്. നമ്മൾ ഈ നേരത്തെ കണ്ട ലൈമാൻ ബാമർ പാഷൻ സീരീസ് ഒക്കെ ഉണ്ടല്ലോ, ആ സീരീസ് ഓഫ് സ്പെക്ട്രൽ ലൈൻസിനെ നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡിലോ മാഗ്നറ്റിക് ഫീൽഡിലോ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് ദോ സ്പെക്ട്രൽ ലൈൻസ് വിൽ ബി സ്പ്ലിറ്റിംഗ്. അല്ലാതെ അതൊരൊറ്റ സിംഗിൾ ലൈനായിട്ടല്ല വരുന്നത്. ഓരോ ലൈനും, ഇപ്പോൾ ലൈമാൻ സീരീസിലെ ഓരോ ലൈനും
പല പല സബ്സിഡിയറി സ്പെക്ട്രംസ് ആയിട്ട് സ്പെക്ട്രൽ ലൈൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ അങ്ങനെ സബ്സിഡിയറി ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ ആ സബ്സിഡിയറി ലൈൻസിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ അല്ലെങ്കിൽ എനർജിയിൽ വരുന്ന വ്യത്യാസം എന്തുകൊണ്ടാണ് എന്ന് പറയാൻ നീൽസ് ബോറിന് പറ്റിയില്ല. അപ്പോൾ സ്റ്റാർക്ക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ യു ആർ എക്സ്പോസിങ് ദ സ്പെക്ട്രൽ ലൈൻസ് ടു ആൻ ഇലക്ട്രിക് ഫീൽഡ്, then there will be a splitting of spectral lines in the presence of electric field, and that is called as the Stark effect. ഇതേപോലെ തന്നെയാണ് Zeeman effect. Zeeman effect എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ you are exposing to a magnetic field, so in the presence of magnetic field there will be splitting of the spectral lines. നേരെ സ്റ്റാർക്ക് എഫക്റ്റ് പറഞ്ഞ പോലെ. അപ്പോൾ എന്തുകൊണ്ടാണ് സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്ത് വരുമ്പോൾ അവിടെ ഡിഫറൻറ്റ് എനർജി റീജിയൻസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് പറയാൻ നീൽസ് ബോറിന് പറ്റിയില്ല. പക്ഷേ ഇപ്പം നമുക്ക് പറ്റും. അതായത് ഇതാണ് ഇപ്പോൾ ഒരു സ്പെക്ട്രൽ ലൈൻ എന്ന് വിചാരിക്കുക, ഏതോ ലൈമാൻ സീരീസോ ബാമർ സീരീസോ ഏതെങ്കിലും ആയിക്കോട്ടെ. ഈ ഒരു ഇതിനെ നമ്മൾ എന്തിൽ എക്സ്പോസ് ചെയ്യുന്നു? മാഗ്നറ്റിക് ഫീൽഡിൽ എക്സ്പോസ് ചെയ്യുന്നു. അപ്പോൾ ഇത് സപ്പോസ് ഒരു n=3 ആണെന്ന് വിചാരിക്കുക. n=3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേർഡ് ഓർബിറ്റാണ്. തേർഡ് ഓർബിറ്റിലെ ഒരു എനർജി ട്രാൻസിഷനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് തിരിച്ചു വരുന്നത് എങ്ങോട്ടേക്കാണ്? തേർഡ് ഓർബിറ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്പെക്ട്രൽ ലൈൻസ് ലൈമാൻ ബാമർ പാഷൻ സീരീസ് ആയിട്ട് എടുത്തു. അപ്പോൾ മക്കളെ ഇതിനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനോ മാഗ്നറ്റിക് ഫീൽഡിനോ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നീൽസ് ബോറിൻ്റെ ഇതനുസരിച്ച് ഇവിടെ നീൽസ് ബോറിൻ്റെ തിയറം അനുസരിച്ച് അതിനെ സാറ്റിസ്ഫാക്ടറി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ നമ്മളവിടെ ഒബ്സർവ് ചെയ്യുന്നൊരു കാര്യം, ഈ ഒരൊറ്റ ലൈൻ തന്നെ പല പല സബ്സിഡിയറി ലൈൻസ് ആയിട്ട്, അതായത് സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് അവിടെ വരുന്നുണ്ട്. അത് സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n=3 ആയതുകൊണ്ട് ഇത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തന്നെ വരുന്ന ചില സബ്സിഡിയറി സ്പെക്ട്രൽ ലൈൻസ്. സബ്സിഡിയറി സ്പെക്ട്രൽ ലൈൻസ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെ വരയ്ക്കാം. ഞാനതിനെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ വരയ്ക്കണ്ടേ. ഇവിടെ ഇത് n=3 തന്നെയാണ്. ഈ n=3 എന്ന് പറയുന്നതിൽ ഇത് 3 സ്പ്ലിറ്റ് ചെയ്യുന്നതായിട്ടാണ് അയാൾ കണ്ടത്. അപ്പോൾ 3 എന്ന് പറയുമ്പോൾ n=3 ആണെങ്കിൽ അത് 3 സ്പ്ലിറ്റ് ചെയ്തു. ഇതേപോലെ തന്നെ n=2 ആണ് എടുത്തതെങ്കിൽ അത് 2 സ്പ്ലിറ്റ് ചെയ്തത്. ഇങ്ങനെ ഒരെണ്ണം കണ്ടു, ഇങ്ങനെ ഒരെണ്ണം കണ്ടു, 2 അവിടെ സ്പ്ലിറ്റ് ചെയ്ത് വന്നത്. n=4 ആണെങ്കിൽ സപ്പോസ് വി ആർ കൺസിഡറിങ് n=4, നാല് ലൈൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇതെന്തുകൊണ്ടാണെന്ന് ആർക്കെങ്കിലും ഐഡിയ കിട്ടിയിട്ടുണ്ടോയെന്ന് അറിയില്ല. n=2 എന്ന് പറയുന്നത് അതിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്. അതിന് 2 സബ്സിഡിയറി ലെവലുണ്ട്. ദിസ് ഈസ് 2s ആൻഡ് ദിസ് ഈസ് 2p. 2s ആണ് ലോവർ എനർജി സ്റ്റേറ്റ്, 2p എന്ന് പറയുന്ന ഹയർ ഓർബിറ്റാണ്. അതുപോലെ തന്നെ ഇനി ഈ 2pയിൽ തന്നെ 3 സബ്സിഡിയറി ലെവലുണ്ടല്ലോ, 2px, py, pz. അപ്പോൾ പക്ഷേ അതെല്ലാം മറ്റേ ഡീജനറേറ്റ് ഓർബിറ്റിലാണ്. നമ്മുടെ ഓഫ് ബോ പ്രിൻസിപ്പിളിലും പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിലൊക്കെ നിങ്ങൾ ഹൺസ് റൂൾ ഓഫ് മൾട്ടിപ്ലിസിറ്റി അതിലൊക്കെ നമ്മൾ പറയുന്നതല്ലേ. ഇനി n=3 തേർഡ് ഓർബിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് 3 ലെവലല്ലേ, 3s ഉണ്ടാവും, 3p ഉണ്ടാവും, 3d ഉണ്ടാവും. ഇതാണെങ്കിൽ 4s, 4p, 4d, 4f ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഈ ഒരു ഇതിനെയാണ് നമ്മൾ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എന്ന് പറയുന്നത്. ഈ സ്പ്ലിറ്റിംഗ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് എന്ന് നീൽസ് ബോറിന് പറയാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് നീൽസ് ബോറിൻ്റെ തിയറത്തിൽ വന്നിട്ടുള്ള മെയിൻ ഡ്രോബാക്സ്. ഇതൊക്കെയാണ് നമ്മളവിടെ ഓർമ്മിച്ച് വെക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഒരു ടോപ്പിക്കും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ അങ്ങ് അവസാനിപ്പിക്കാം. അതൊരു ചെറിയ ടോപ്പിക്കാണെങ്കിലും അത് നമുക്കൊന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആറ്റത്തിനകത്തുള്ള എനർജി ലെവൽസ് ഡിസ്ക്രീറ്റ് എനർജി ലെവലാണ്, അല്ലാതെ കണ്ടിന്യൂസ് അല്ല എന്ന് എക്സ്പെരിമെൻ്റലി തെളിയിച്ച ഒരു എക്സ്പെരിമെൻ്റാണ് ഈ ഫ്രാങ്ക് ഹെഡ്സ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ഫ്രാങ്ക് ഹെഡ്സ് എക്സ്പെരിമെൻറ്റ്. ഫ്രാങ്ക് ഹെഡ്സ് എക്സ്പെരിമെൻറ്റ്. ജസ്റ്റ് അത് എന്താണ് സംഭവം എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയാൽ മതി. അതായത് ഈ ഫ്രാങ്ക് ഹെഡ്സ് എക്സ്പെരിമെൻറ്റിൽ അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാക്യൂം ട്യൂബിനകത്ത് മെർക്കുറിയെ നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ വേപ്പർ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയി ആ മെർക്കുറി വേപ്പേഴ്സിനെ ഇലക്ട്രോൺ ഉപയോഗിച്ചുകൊണ്ട് കൊളൈഡ് ചെയ്യിക്കുകയാണ്. സോ ഇതൊരു വാക്യൂം ട്യൂബാണെങ്കിൽ ഈ വാക്യൂം ട്യൂബിനകത്ത് മെർക്കുറി വേപ്പേഴ്സ് ഉണ്ട്. ആൻഡ് ടു ദിസ്
മെർക്കുറി വേപ്പർ നമ്മൾ എന്ത് കടത്തി വിടുകയാണ്, ഇലക്ട്രോൺസ് പാസ് ചെയ്യുകയാണ് ഇതിലൂടെ. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസിനെ ഇജക്ട് ചെയ്യാൻ വേണ്ടി ദർ മസ്റ്റ് ബി സം ഇലക്ട്രോൺ ഗൺസ്. അപ്പോൾ ഈ ഇലക്ട്രോൺ ഗൺസ് ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഏതിലൂടെ, ഇവിടെ ഒരു ട്യൂബിലൂടെ ഈ വാക്യൂം ട്യൂബിലകത്തേക്ക് കടക്കും. അപ്പോൾ ഇവിടെയുള്ള മെർക്കുറി ആറ്റംസുമായിട്ട്, ഇവിടെ കുറേ മെർക്കുറി ആറ്റംസ് ഉണ്ടാവാം. ആ മെർക്കുറി ആറ്റംസുമായിട്ട് ഇലക്ട്രോൺസിനെ കൊളൈഡ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ആ എനർജി വാരിയേഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, ഇവിടെ അന്ന് അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത സമയത്ത് യൂസ് ചെയ്തിരുന്ന മെർക്കുറി വേപ്പറിൽ 2 എനർജി ലെവൽസ് തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് 4.9 ഇലക്ട്രോൺ വോൾട്ട് ആയിരുന്നു. അവരുടെ എക്സ്പെരിമെൻറ്റിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഈ ഒരു എനർജി ഡിഫറൻസ് തന്നെ വേണമെന്നില്ല, യു ക്യാൻ യൂസ് ഹയർ ഓർ ലോവർ ലെവൽ ഓഫ് എനർജീസ്. അപ്പോൾ ഈ മെർക്കുറി വേപ്പറിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റും തൊട്ടടുത്ത എക്സൈറ്റഡ് സ്റ്റേറ്റും തമ്മിലുള്ള എനർജി ഡിഫറൻസ് വരുന്നത് 4.9 ഇലക്ട്രോൺ വോൾട്ട് ആണെന്ന് ഓൾറെഡി എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്കാണ് ഈ ഇങ്ങനെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിൽക്കുന്ന മെർക്കുറി വേപ്പറിലേക്കാണ് ഇലക്ട്രോൺസ് വന്ന് കൊളൈഡ് ചെയ്യുന്നത്. അപ്പോൾ വന്ന് കൊളൈഡ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഡിഫറെൻറ്റ് എനർജിയുള്ള ഇലക്ട്രോൺസ് ആണ്, അല്ലാതെ യൂണിഫോം ആയിട്ടുള്ളതൊന്നുമല്ല. അപ്പോൾ ഈ വരുന്ന ഇലക്ട്രോൺസിൽ ആരുടെ എനർജിയാണോ 4.9 അല്ലെങ്കിൽ 4.9 കൂടുതലോ ഉള്ളത് അവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, മെർക്കുറിയെ ഹയർ ഓർബിറ്റിലേക്ക് എക്സൈറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. വൺ മോർ തിങ്, അവിടെ 4.9 കുറവാണെങ്കിൽ കാര്യമായ ഒരു ചേഞ്ചും അവിടെ സംഭവിക്കുന്നില്ല. അല്ലാതെ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ 4 ഇലക്ട്രോൺ വോൾട്ടേ ഉള്ളൂ, 0.9 ഇലക്ട്രോൺ വോൾട്ട് അടുത്ത ഇലക്ട്രോണിൽ നിന്ന് വാങ്ങിക്കാം, അങ്ങനെയല്ല. ഇതുപോലെയുള്ള സബാറ്റോമിക് കൊളീഷൻസ് എല്ലാം 1-to-1 ഇൻട്രാക്ഷൻ ആണ് അതിൻ്റെ റിസൾട്ട് കാണിക്കുക. അതായത് ഇവിടെ വരുന്ന ഇലക്ട്രോണിന് 5 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ മെർക്കുറി എന്തിലേക്ക് പോയിട്ടുണ്ടാവും, തൊട്ടടുത്ത ഹയർ ഓർബിറ്റിലേക്ക് പോയിട്ടുണ്ടാവും. അങ്ങനെ ഓർബിറ്റിലേക്ക് പോയ ആളാണെങ്കിൽ അത് കുറേ നേരം അവിടെ അതിന് സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റില്ല. ഇറ്റ് വിൽ ബി ഡീഎക്സൈറ്റഡ് ടു ദ ലോവർ എനർജി ലെവൽ. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് വേവ് ലെങ്ത് എമിറ്റഡ്. അപ്പോൾ തിയറിറ്റിക്കലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നു അവരുടെ തമ്മിലുള്ള എനർജി ഡിഫറൻസ് 4.9 ഇലക്ട്രോൺ വോൾട്ടാണ് മെർക്കുറിയുടെ. അങ്ങനെയാണെങ്കിൽ 4.9 ഇലക്ട്രോൺ വോൾട്ടോ അതിനേക്കാൾ കൂടുതലോ എനർജിയുള്ള ഇലക്ട്രോൺ വന്നാൽ ഇത് ആ എനർജി അബ്സോർബ് ചെയ്ത് എവിടേക്ക് പോകും, ഹയർ ഓർബിറ്റിലേക്ക് പോകും. അവിടുന്ന് കുറച്ച് നേരം ആഫ്റ്റർ എ വെരി ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈം ഇറ്റ് വിൽ റേഡിയേറ്റ് ദ എനർജി ആൻഡ് കം ബാക്ക് ടു ദ ഒറിജിനൽ ലെവൽ. അപ്പോൾ അത് എമിറ്റ് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്ന വേവ് ലെങ്ത് എത്രയായിരിക്കാം, നമ്മളുടെ ഇക്വേഷൻ എടുത്താൽ മതി. എത്രയാണ്, 1240 ഡിവൈഡഡ് ബൈ 4.9. ഇതിപ്പോൾ 5 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ പറയാം. അപ്രോക്സിമേറ്റ് വാല്യൂ വരുന്നത് എത്രയായിരിക്കും, 250 നാനോമീറ്റർ വരും. 250 ഒരു അല്പം കൂടുതലായിരിക്കും. ദാറ്റ് വിൽ ബി 253 നാനോമീറ്റർ. ഇത് എക്സ്പെരിമെൻ്റലി തിയറിറ്റിക്കലി നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. എക്സ്പെരിമെൻ്റൽ വാല്യൂ എന്ന് പറയുന്നതും ഓൾമോസ്റ്റ് സിമിലർ വാല്യൂ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളതും. എക്സ്പെരിമെൻ്റൽ വാല്യൂ 267 നാനോമീറ്റർ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ എക്സ്പെരിമെൻ്റൽ വാല്യൂവും ഈ പറയുന്ന നമ്മൾ തിയറിറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂവും ദേ ആർ ഓൾമോസ്റ്റ് മാച്ചിങ്. അങ്ങനെയാണ് ഫ്രാങ്ക് ഹെർട്സ് എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമ്മൾക്ക് ഉറപ്പിക്കാൻ പറ്റിയത് ആറ്റത്തിൻ്റെ അകത്ത് എനർജി ലെവൽസ് ഡിസ്ക്രീറ്റ് ലെവൽസ് ആയിട്ടാണ് കാണുന്നത്, അല്ലാതെ ഒരു കണ്ടിന്യൂസ് റേഞ്ച് ഓഫ് എനർജി അല്ല, ഒരു ലെവൽ വരെ ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പോൾ ആ ഒരു റേഞ്ചിനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ നമ്മൾ എനർജി കൊടുത്താലേ അതിന് എക്സൈറ്റേഷൻ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ അതിനനുസരിച്ച് ഡി എക്സൈറ്റേഷൻ ഉണ്ടാവുകയുള്ളൂ. ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കൊന്നുമല്ല, ചെറിയൊരു ടോപ്പിക്കാണ്. പിന്നെ അത് പറയാതെ വിട്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമുക്കവിടെ എക്സ്റേ എന്ന് പറയുന്ന പലരും എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, ഈ എക്സ്റേ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മളുടെ സിലബസിലുള്ളതാണോ. NCERT സിലബസിൽ എക്സ്റേ എന്ന് പറയുന്നത് ഇൻവോൾവഡ് അല്ല. വളരെ റെയറായിട്ട് നമുക്ക് ഈ പറയുന്ന ഏത് എക്സാമിലൊക്കെയാണ് JEE-ലൊക്കെ കാണാറുണ്ട് എക്സ്റേയുടെ ടോപ്പിക്ക്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് നെക്സ്റ്റ് ന്യൂക്ലിയർ എന്ന് പറയുന്ന ചാപ്റ്റർ പറയുമ്പോൾ വിൽ ഡിസ്കസ് അലോങ് വിത്ത് ദാറ്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിനുള്ളിൽ നമുക്ക് ആറ്റോമിക് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നായിരുന്നു, യു ആർ സ്റ്റാർട്ടിങ് ഫ്രം ദ സ്പെക്ട്രൽ ലൈൻസ് ഓഫ് ഹൈഡ്രജൻ. അങ്ങനെ സ്പെക്ട്രൽ ലൈൻസിൽ നിന്ന് അതിനെ അനലൈസ് ചെയ്തു. സീരീസ് ലിമിറ്റ് എന്താണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ലൈൻ എന്താണ്, ലൈമൻ ബാമർ പാഷൻ ബ്രാക്കറ്റ് ഫണ്ട് സീരീസിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് കണ്ടു. അതിനുശേഷം നമ്മൾ ഡി ബ്രോളീസ് ക്വാണ്ടൈസേഷൻ അല്ലേ വന്നത്. അതിനുശേഷം നമ്മൾ കണ്ടത് എന്തായിരുന്നു, നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എത്രയാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഡി ബ്രോളിയുടെ ക്വാണ്ടൈസേഷൻ, അതിനുശേഷം നീൽസ് ബോറിൻ്റെ തിയറത്തിൻ്റെ ഡ്രോബാക്സ് കണ്ടു. ആൻഡ് ഫൈനലി ഫ്രാങ്ക് ഹെർട്സ് എക്സ്പെരിമെൻ്റ് എന്താണെന്ന് ചെറിയൊരു ഔട്ട്ലൈൻ തന്നു. ഈ ചാപ്റ്ററിൽ ചെറിയൊരു ചാപ്റ്ററാണ്, ഇത്രയൊക്കെ കാര്യങ്ങളാണ് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. എക്സ്റേ വേണമെങ്കിൽ നമുക്ക് അടുത്ത ന്യൂക്ലിയസിൻ്റെ ഒപ്പം ആവശ്യമാണെങ്കിൽ, അത് ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം NCERT സിലബസിൽ വരുന്നതല്ല. ഓക്കെ, സമയം കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഒപ്പം ജസ്റ്റ് അതൊന്ന് ഇൻവോൾവ് ചെയ്യിക്കാം. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു.